السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، وأشهد أن لا إله إلا الله الواحد القهار العزيز الغفار، مكبر النهار على الليل والليل على النهار، وأشهد أن محمدا عبده ورسوله سيد الرسل وإمام الأبرار. اللهم صل وسلم على محمد وعلى آله وأصحابه الأطهار. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولا تدع من دون الله ما لا ينفعك ولا يضرك، فإن فعلت فإنك إذا من الظالمين. وإن يمسسك الله بضر فلا كاشف له إلا هو، وإن يردك بخير فلا راد لفضله، يصيب به من يشاء من عباده، وهو الغفور الرحيم. يا خالق الخلق ما لمن ألوذ به سواك عند حلول الحادث العميم، فإن من جودك الدنيا وغرتها، ومن علومك علم اللوح والقلم. إن لم تكن في معادي آخذا بيدي فضلا وإلا فقد زليت بالقدم. يا من له الخلق ثم الأمر يا صمد، لولاك لم تخرج الدنيا من العدم. ഏറെ സ്നേഹമുള്ള നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറെ ബഹുമാനമുള്ള രക്ഷിതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സദാ സമയവും നമ്മിൽ ചൊരിയുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് വിശ്വാസപരമായും കർമ്മപരമായും നമ്മുടെ പരലോക വിജയത്തിന് ആവശ്യമായ നിലക്ക് അനിവാര്യമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന മത വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചക്കും പഠനത്തിനും വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അല്ലാഹു നമുക്ക് നല്ല നിയ്യത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മിൽ വന്നുപോയ പാപങ്ങളും ദോഷങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നു. വക്രതയില്ലാത്ത, വളവില്ലാത്ത, സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന നേരായ പാതയാണ് പരിശുദ്ധ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ്,
ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ, നിങ്ങൾ പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ചൊവ്വായ പാതയിലേക്ക് നയിച്ചിട്ടുണ്ട്. ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ. അത് ചൊവ്വായ വഴിയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്താണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നില്ല, ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല. അപ്പൊ ശിർക്കില്ലാത്ത വിശ്വാസമാണ് ശരിയായ വിശ്വാസം. അതാണ് ചൊവ്വായ വഴി, ഋജുവായ വഴി, വക്രതയില്ലാത്ത വഴി. ആ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. ഇതെല്ലാ ആശയങ്ങളും ഈ ആയത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ശിർക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹം തൗഹീദിന്റെ മാർഗത്തിലാണ്, യഥാർത്ഥ ചൊവ്വായ പാതയിലാണ്. ആ പാതയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു. ഇതാണ് സൂറത്തു അൻആമിൽ 161 ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്. സൂറത്തുൽ ബയ്യിന നമ്മൾ സാധാരണ ഓതാറുള്ള ചെറിയ സൂറത്ത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല അവനെ മാത്രം ആരാധിക്കുവാനല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, ഇഖ്ലാസോട് കൂടിയായിരിക്കണം. ആ ദീനാകട്ടെ ചൊവ്വായതാണ്, വളവില്ലാത്തതാണ്. അപ്പൊ ഇത് നമുക്ക് ലഭിച്ച ഏറ്റവും ഒരു അനുഗ്രഹം. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഇസ്ലാമിൽ എന്തൊരു നിയമമുണ്ടോ അതെല്ലാം നേരെയുള്ളതാണ്. ഈ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രമാണമോ അതും വക്രതയില്ലാത്തതാണ്, അതും വളവില്ലാത്തതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ ഹസനാ. വേദഗ്രന്ഥം ഇറക്കിയ അള്ളാഹുവിന്റെ സർവസ്തുതിയും. ആ വേദഗ്രന്ഥത്തിന് അള്ളാഹു യാതൊരു വളവും നൽകിയിട്ടില്ല, വളവും കൽപ്പിച്ചിട്ടില്ല. അത് ചൊവ്വായ നേരായ ഒരു വഴിയിലുള്ള ഗ്രന്ഥമാണ്. അതിലൂടെ ജനങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. എന്താ താക്കീത്? അമൽ സ്വാലിഹാത്ത് ചെയ്ത ആളുകൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ഈമാനോടുകൂടി അമൽ സ്വാലിഹാത്ത് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത. അപ്പൊ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തുവാനുള്ള വക്രതയില്ലാത്ത ചൊവ്വായ ഇസ്ലാം എന്ന വഴി പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ച ഗ്രന്ഥമാണ് വക്രതയില്ലാത്ത വേദഗ്രന്ഥം. അല്ലാഹു തആല ലോകത്തേക്ക് ഈ മതം പഠിപ്പിക്കാൻ ഒരുപാട് പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ കുറിച്ച് മക്കയിലുള്ള ആളുകൾ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന ആശയം പറയുന്നത് വരെയും ജനങ്ങൾ പറഞ്ഞിരുന്ന പേര് അൽ അമീൻ എന്നാണ്. ഏറ്റവും നല്ല പ്രവാചകൻ, വിശ്വസ്തനായ പ്രവാചകൻ. അപ്പൊ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രവാചകൻ പറയുന്ന ആശയം, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വേദഗ്രന്ഥം പറയുന്ന ആശയം, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മതം പറയുന്ന ആശയം, അതാണ് സഹോദരന്മാരെ ഇന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഏറ്റവും വലിയ അനുഗ്രഹത്തിലാണുള്ളത് എന്ന് ഞാൻ പറയാനുള്ള കാരണം അത്രയും സുന്ദരമായ ഒരു മതത്തിലാണ് നാം നിലകൊള്ളുന്നത്. അതിന് നാം റബ്ബിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഹക്കുബാത്തിലുകൾ വേർതിരിവില്ലാതെ, നന്മ തിന്മകൾ വേർതിരിവില്ലാതെ, ശരിതെറ്റുകൾ വേർതിരിവില്ലാതെ, പലപ്പോഴും ഇസ്ലാമിന്റെ അകത്ത് നിന്നുകൊണ്ട് പോലും തൗഹീദിലും ശിർക്കിലും വേർതിരിവില്ലാതെ, സുന്നത്തിലും ബിദ്അത്തിലും വേർതിരിവില്ലാതെ, തോന്നിയതുപോലെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ആചാരങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പലപ്പോഴും ഈ പ്രവാചകന്റെ പിന്തുണ കിട്ടുന്നില്ല, ഈ പ്രമാണത്തിന്റെ പിന്തുണ കിട്ടുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ആ വഴി കണ്ടെത്തേണ്ടത് ഞാനോ നിങ്ങളോ അല്ല, ഏതെങ്കിലും മഹല്ലുകളല്ല, ഏതെങ്കിലും പഞ്ചായത്തോ ഏതെങ്കിലും ആളുകൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്ന തീരുമാനങ്ങളോ അല്ല സ്വർഗത്തിലേക്കുള്ള വഴി. അത് പറഞ്ഞു തരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചതും വേദഗ്രന്ഥങ്ങൾ അയച്ചതും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായ മാനദണ്ഡം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വർഗലബ്ധിക്ക് വേണ്ടി പഠിപ്പിച്ചു തന്നു. ഇന്നത് സ്വീകരിക്കണം. നമ്മളൊരു മുസ്ലിമാണ് എങ്കിൽ നിന്റെ ജീവിതത്തിൽ വരേണ്ട വിശ്വാസവും ആചാരവും കർമ്മവും ഇന്നതായിരിക്കണം എന്ന കൃത്യമായ മാർഗം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ നമ്മൾ സാധാരണ ഇത്തരം സംസാരങ്ങളിൽ കേൾക്കാറുള്ള ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലയഅതിയന്ന അലാ ഉമ്മതി മാ അതാ അലാ ബനി ഇസ്രായീല ഹദുവൻ നഅൽ ബിന്നഅൽ. എന്റെ ഉമ്മത്തിനെ ചില പ്രയാസങ്ങളും രോഗങ്ങളും ബാധിക്കും. അത് ബനു ഇസ്രായേലിനെ ബാധിച്ചതാണ്. അവരെ ബാധിച്ചതുപോലെ എന്റെ ഉമ്മത്തിനെയും ബാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയാം, വഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ല. ബനു ഇസ്രായേലിയർ 72 വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ട്. വതഫ്തരികു ഉമ്മതി, എന്റെ സമൂഹവും പിരിയാൻ പോകുന്നവരാണ്. അലാ 73 മില്ല, 73 വിഭാഗമായി കൊണ്ടവർ പിരിയും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരേ ഒരു വിഭാഗം ഒഴികെ. ഇത് വലിയൊരു ഗൗരവമുള്ള വാക്കാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? എന്റെ സമൂഹം 73 വിഭാഗമായി പിരിയും. ബനൂ ഇസ്രായേല്യർ അഹ്ലുൽ കിതാബിന്റെ ആളുകള് 71ഉം 72ഉമായി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മത്ത് 73ആയി പിരിയും. അപ്പൊ ഭിന്നതകൾ സ്വാഭാവികമായും സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? അത് പ്രവാചകൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏറെ ഭയപ്പെടുത്തേണ്ട വിഷയം എന്താണ്? ഈ 73ലെ 72ഉം നരകത്തിലേക്കാണ്, ഒരു വിഭാഗം മാത്രം സ്വർഗത്തിലേക്കാണ്. അതാരാണ് ആ വിഭാഗം? അത് നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിലേക്ക് എത്താനും നരകത്തിൽ രക്ഷപ്പെടാനും വേണ്ടിയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാഹു തആല പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. എല്ലാവരും മരിക്കുന്നവരാണ്, എല്ലാവരും മരിക്കാനുള്ളവരാണ്. നിങ്ങളുടെ കർമ്മഫലങ്ങൾ പരിപൂർണമായി നാളെ ഖിയാമത്ത് നാളിൽ നൽകപ്പെടും. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അന്ന് ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ അവൻ വിജയിച്ചു. അപ്പൊ വിജയം എന്താ? സ്വർഗത്തിലേക്ക് എത്തിച്ചേരല. ഈ ഹദീസിൽ പറഞ്ഞത് എന്താ? 72 വിഭാഗവും നരകത്തിലേക്കാണ്, ഒരു വിഭാഗം മാത്രം രക്ഷപ്പെടും. ആ ഒരു വിഭാഗം ആരാണ്? അവരുടെ അടിസ്ഥാനം എന്താണ്? അവരുടെ മാനദണ്ഡം എന്താണ്? അവരെ വേർതിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? ആ ഒരു വിഭാഗത്തോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട്? സ്വഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, അമൻഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ പറഞ്ഞല്ലോ 72ഉം നരകത്തിലേക്ക്, ഒന്ന് മാത്രം സ്വർഗത്തിലേക്ക്. ആരാണ് ആ ഒരു വിഭാഗം ആളുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മാ അന അലൈഹി വസുഹാബി, ഞാനും എന്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗമേതാണോ, ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ച ആശയമേതാണോ, ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ച ആദർശമേതാണോ, അത് സ്വീകരിക്കുന്നവനാണ് സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് പേര് നോക്കിക്കൊണ്ടല്ല, സംഘടനകളെ നോക്കിക്കൊണ്ടല്ല. സംഘടനകളും പേരുകളും വ്യവസ്ഥകളും സംവിധാനങ്ങളും ഒക്കെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ സരളമായ മാർഗത്തിനു വേണ്ടി നമ്മൾ സ്വീകരിച്ച വഴികളാണ്. ആ പേരിന്റെ അടിസ്ഥാനത്തിലല്ല പരലോകത്തെ വിചാരണയും അവിടുത്തെ നരകസ്വർഗ വേർതിരിവും ഒന്നും. നേരെ മറിച്ച് ഈ മാനദണ്ഡമാണ് പരിശോധിക്കേണ്ടത്. ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ച മാർഗം എന്താണോ, ആ മാർഗം സ്വീകരിക്കുന്നവരൊഴികെ ബാക്കി എല്ലാവരും നരകത്തിലേക്കാണെന്ന് പറയുമ്പോ എന്തായിരിക്കണം നമ്മുടെ വിശ്വാസം? ആ വിശ്വാസം നമ്മുടെ നാട്ടുകാരുണ്ടാക്കേണ്ടതല്ല. ആ വിശ്വാസം 100 കൊല്ലം മുമ്പ് ഉണ്ടാകേണ്ടതല്ല. ആ വിശ്വാസം 200 കൊല്ലം മുമ്പ് ഉണ്ടാകേണ്ടതല്ല. സ്വർഗത്തിലേക്കുള്ളവർ 71 വിഭാഗം ആളുകളാണെന്ന് പറയുമ്പോ എന്തായിരിക്കണം അവരുടെ കർമ്മങ്ങൾ? എന്തായിരിക്കണം ആചാരങ്ങൾ? എന്തായിരിക്കണം അനുഷ്ഠാനങ്ങൾ? ആ അനുഷ്ഠാനങ്ങൾ അത് ചൊല്ലി പറയുന്നതാകട്ടെ, പ്രവർത്തിക്കുന്നതാകട്ടെ, അത് ഏതെങ്കിലും വ്യക്തികൾ മതത്തിൽ പുതിയതായി ഉണ്ടാക്കിയതാകാൻ പാടില്ല. ഏതെങ്കിലും ആളുകൾ പുതിയതായി കെട്ടിച്ചമച്ചതാകാൻ പാടില്ല. ഏതെങ്കിലും ആളുകൾ പുതിയതായി തുടക്കം കുറിച്ച കാര്യങ്ങളാകാൻ പാടില്ല. നേരെ മറിച്ച് മാ അന അലൈഹി വസുഹാബി,
ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ച മാർഗം ഏതാണോ ആ മാർഗം സ്വീകരിക്കുന്നവരാണ് സ്വർഗത്തിലേക്കുള്ളവർ. ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വലിയ എളുപ്പമാണ് സഹോദരന്മാരെ. ഇതിനെയാണ് നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. സാധാരണ പറയാറുണ്ടല്ലോ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് ശരിയായ വഴി. അതെ, അത് ശരിയാണ്. പക്ഷെ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? ആരാണ് സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ? അതാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ ദീനുമായി ബന്ധമില്ലാത്ത വിശ്വാസങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ദീനുമായി ബന്ധമില്ലാത്ത ആചാരങ്ങൾ പറയുമ്പോൾ, തോന്നിയതെല്ലാം ദീനായി കൊണ്ടു നടക്കുമ്പോൾ അത്തരം ആളുകളും പറയാറുണ്ട് ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്, ഇതാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും ആലോചിക്കണം, ചിന്തിക്കണം, പഠിക്കണം എന്താണ് സുന്നത്തി ജമാഅത്ത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഹും അസ്ഹാബുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വത്താബിഊന ലഹും ബിഇഹ്സാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാര്, ആ സ്വഹാബിമാരെ നന്മയോടെ പിൻപറ്റിയ താബിഊകൾ, വകുല്ലു മൻ ഇൽതസമ ബിമൻഹജിഹിം, ആ സ്വഹാബത്തിന്റെയും താബിഈന്റെയും മാർഗത്തെ സ്വീകരിച്ച ആളുകൾ, വഖ്തദാബിഹിം, അവരെ തുടർന്ന ആളുകൾ, വത്തബഅ സബീലഹും, അവരെ പിൻപറ്റിയ ആളുകൾ, മിനൽ മുഅ്മിനീന, വിശ്വാസികളായിക്കൊണ്ട്, അൽ മുതമസ്സികീന ബിആഥാരിഹിം ഇലാ യൗമിൽ ഖിയാമ, സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ സ്വഹാബത്തിന്റെയും താബിഈന്റെയും മാർഗത്തെ സ്വീകരിക്കുന്നവരാരാണോ അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനമാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ആ ചര്യ സ്വഹാബത്ത് എങ്ങനെ കണ്ട് സ്വീകരിച്ച് ആദർശമായി സ്വീകരിച്ചുവോ ആ രീതികളും, അതിന് രണ്ടിനുമാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഇവർ മാത്രമാണ് വിജയികൾ. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മാത്രമാണ് വിജയികൾ. പക്ഷേ ആ വിഷയത്തിൽ പിന്നീട് പ്രശ്നം വരുന്ന എവിടെയാണ്? സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ സമൂഹത്തിൽ ഈ പറഞ്ഞ സുന്നത്തിലോ സ്വഭാവത്തിന്റെ മാർഗത്തിലോ യാതൊരു പരിചയവുമില്ലാത്ത, അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒട്ടനവധി വിഷയങ്ങൾ പിൽക്കാലത്ത് പുതിയതായി കൊണ്ടുവരികയും അതെല്ലാം ആദർശത്തിന്റെ ഭാഗമായി സമൂഹത്തെ പഠിപ്പിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും എന്നിട്ട് ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ആളുകൾ യഥാർത്ഥ വഴിയിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് കൊടുത്ത ഒരു ഉപദേശം മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ, ഒരു ദിവസം പ്രവാചകൻ ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു. തുമ്മ അഖ്ബല അലൈനാ ഫവഅദനാ മൗഇദതൻ ബലീഗ, എന്നിട്ട് ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് ഞങ്ങളോട് വലിയൊരു ഉപദേശം നൽകി. ദരിഫത്ത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. വവജിലത്ത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങൾ പിടക്കാൻ തുടങ്ങി. അത്രയും ഗൗരവമേറിയ ഉപദേശം. ഈ ഉപദേശം കുറെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇതൊരു വിടവാങ്ങുന്ന വ്യക്തിയുടെ പ്രസംഗം പോലെയുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് ഉപദേശം നൽകൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുകയാണ് ചില കാര്യങ്ങൾ. എന്നിട്ട് അവസാനം പറഞ്ഞു, ഫഇന്നഹു മൻ യഅശ് മിൻകും ബഅദി, എനിക്കു ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഫസയറ ഇഖ്തിലാഫൻ കതീറാ, ഒരുപാട് ഭിന്നതകൾ കാണും, ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ കാണും. ഏത് മതവിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിലല്ല. ഇവിടെ പലതരം സ്വലാത്തുകളുണ്ട്. നമ്മൾ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്തുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്തുണ്ട്. അതിനപ്പുറം വേറെ ചില സ്വലാത്തുകളുണ്ട്. നാരിയത്ത് സ്വലാത്ത്, കെൻസുൽ അർശ്, താജു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ എന്നൊക്കെ പേരിലുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. നമ്മൾ പറയും അത് ചൊല്ലാൻ പാടില്ല, അതിന് പ്രത്യേകമായ എണ്ണം അങ്ങനെ നിശ്ചയിക്കാൻ പാടില്ല, അതിനങ്ങനെ പ്രത്യേകമായ കൂലി പറയാൻ പാടില്ല. കാരണം ഒരു ദിക്ർ പഠിപ്പിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അതിന്റെ എണ്ണം നിശ്ചയിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അതിന്റെ പ്രതിഫലം പറയേണ്ടതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം അതെല്ലാം വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചൊല്ലുന്ന ഈ രീതിയും ആ ചൊല്ലുന്ന എണ്ണവും ആ ചൊല്ലുന്ന പദങ്ങളും അതെല്ലാം തെറ്റാണ്, ബിദ്അത്താണ്, പുതിയതാണ്, ചേർത്തല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് സുന്നത്താണ്, അത് ചൊല്ലണം, അത് ചൊല്ലുന്നവനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഭാഗത്ത് വേറൊരു ടീമും പ്രവർത്തിക്കുമ്പോൾ പ്രശ്നമായല്ലോ, ഭിന്നതയായല്ലോ. ഇതാണ് ഭിന്നത പറഞ്ഞത്.
അങ്ങനെ ഭിന്നത വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്റെ ഉസ്താദ് എന്ത് പറഞ്ഞു അത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്നല്ല. ഞാൻ ഇന്ന സംഘടനയുമായി ബന്ധപ്പെട്ടയാളാണ്, അതുകൊണ്ട് ആ സംഘടനാ നേതൃത്വം എന്ത് പറഞ്ഞോ അത് മാത്രമേ ഞാൻ കേൾക്കൂ എന്നല്ല. മറിച്ച് സ്വീകരിക്കേണ്ട മാർഗം എന്താണ്? നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണേ. ഇതാണ് ശരിയെന്ന് പറഞ്ഞൊരു വിഭാഗം വരുമ്പോ അത് ശരിയല്ല എന്ന് മറ്റൊരു വിഭാഗം പറയുമ്പോ ഇഖ്തിലാഫാണ്, ഭിന്നതയാണ്. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. ഉടനെ പരിശോധിക്കണം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ. അതിലാണല്ലോ സുന്നത്തുള്ളത്, അതിലാണല്ലോ പ്രവാചകന്റെ പ്രവർത്തനമുള്ളത്, അതിലാണല്ലോ പ്രവാചകന്റെ വാക്കുകളുള്ളത്. അത് ശരിക്കൊന്ന് പരിശോധിക്കുക. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലോ സ്വഹീഹ് മുസ്ലിമിലോ അബൂദാവൂദിലോ തിർമിദിയിലോ ഇബ്നു മാജയിലോ നസായിലോ ഏതെങ്കിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വലാത്തുൻ നാരിയ ഉണ്ടോ എന്ന് പരിശോധിക്കുക, സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ടോ എന്ന് പരിശോധിക്കുക, കൻസുൽ അർശ് ഉണ്ടോ എന്ന് പരിശോധിക്കുക, അത് 333 തവണ ചൊല്ലണം എന്ന് പറയുന്ന എണ്ണമുണ്ടോ എന്ന് പരിശോധിക്കുക, അത് രാവിലെ ചൊല്ലിയാൽ ഇന്ന പ്രതിഫലമുണ്ടെന്ന് പറയുന്ന ആ വാചകം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഫഅലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണേ. എത്ര എളുപ്പമായി ഇസ്ലാം മനസ്സിലാക്കാൻ. ഇത് ഈ നാരിയത്ത് സ്വലാത്ത് 44 തവണ സുബൈന്റെ മുമ്പ് ചൊല്ലിയാൽ ഇന്ന കൂലിയുണ്ട്. നിങ്ങൾക്ക് കടം വീടണോ? അത് ഇന്ന ദിവസം ഇത്ര തവണ ചൊല്ലിയാൽ മതി. അത് 4444 ആണെങ്കിൽ ഇന്ന മഹത്വമുണ്ട്. ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കണം, പഠിക്കണം. എവിടെ നിന്ന് വന്നു ഈ 4444? എവിടെ നിന്ന് വന്നു? അത്രയും ചൊല്ലിയാൽ നിന്റെ കടം വീടുമെന്ന് അങ്ങനെ വല്ല ഹദീസുകളിലുമുണ്ടോ? ഫഅലൈക്കും ബിസുന്നത്തി എന്നാണല്ലോ പ്രവാചകൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെയാണ് ദീനിനെ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളായ ഞങ്ങൾ സന്തോഷത്തോടു കൂടി പറയുന്നത്, ഇതൊന്നും ദീനിലില്ലാത്തതാണ്, ഇതൊക്കെ പിൽക്കാലത്ത് കടന്നു വന്നതാണ്, ഇതൊക്കെ ചില കച്ചവടക്കാരുടെ മാർഗങ്ങളാണ്, അത് സ്വർഗത്തിലേക്ക് എത്തുന്ന വഴിയല്ല. അപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടു അത് ദീനിലില്ല. കാരണം സുന്നത്തിലും ഇല്ല, ജമാഅത്തിലും ഇല്ല. പിന്നെന്താ അതിന്റെ പേര്? അതിന് വേറൊരു പേരുണ്ട്, വയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ. പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. അതാണ് പുത്തൻവാദം. ഇന്നുണ്ടായതൊക്കെ പുത്തൻവാദമാണ്. 100 കൊല്ലം മുമ്പ് ഉണ്ടായതും പുത്തൻവാദമാണ്. 200 കൊല്ലം മുമ്പ് ഉണ്ടായതും പുത്തൻവാദമാണ്. പുത്തൻവാദമല്ലാത്ത പഴയവാദമാകണമെങ്കിൽ 1400 കൊല്ലം മുമ്പ് മക്കയിലും മദീനയിലുമായി 23 കൊല്ലത്തെ വർഷക്കാലം കൊണ്ട് വഹയായി എന്തിറങ്ങിയിട്ടുണ്ടോ അതാണ് പഴയവാദം, അതാണ് സുന്നത്തി ജമാഅത്ത്. പിന്നെ ഉണ്ടായതെല്ലാം പുത്തൻവാദമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ഈ സുന്ദരമായ പരിശുദ്ധമായ മതത്തിന്റെ ശരിയായ റൂട്ടിലൂടെ മുന്നോട്ട് പോവുക. സുന്നത്തുകളെ മാത്രം സ്വീകരിക്കുക, ബിദ്അത്തുകളെ മാറ്റിവെക്കുക. ബിദ്അത്ത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് സ്വീകരിക്കപ്പെടുകയില്ല റബ്ബിന്റെ അടുക്കൽ. ഇന്നല്ലാഹ ഇഹ്തജറ തൗബത അൻ സ്വാഹിബിൽ ബിദ്അത്തി ഹത്താ യദഅ ബിദ്അതഹു. ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ പോലും സ്വീകരിക്കുകയില്ല എന്ന് ഹദീസുകളിൽ കാണാം. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ ആവേശത്തോടു കൂടി ചെല്ലുമ്പോ സുഹഖൻ സുഹഖാ ലിമൻ ഗയ്യറ ബഅദി, എന്റെ കാലശേഷം എന്റെ മതത്തിൽ മാറ്റം വരുത്തിയ ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം പോലും കുടിക്കാൻ അനുവദിക്കാതെ ആട്ടിയോടിക്കപ്പെടുന്ന ആളുകളാണ് ബിദ്അത്തിന്റെ ആളുകൾ, പുത്തൻവാദികൾ. നമ്മൾ പുത്തൻവാദികളാകരുത്, നമ്മൾ പഴയവാദത്തിന്റെ ആളുകളാകണം. സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരേണ്ടത് അള്ളയാണ്. ആ അള്ള പറഞ്ഞു തരാത്ത ഏത് വഴികളും പിൽക്കാലത്ത് ആരുണ്ടാക്കിയാലും അതൊരിക്കലും സ്വർഗത്തിന് വഴിയായി മാറുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെ നിരന്തരമായി അയച്ചുകൊണ്ടിരുന്നത്. അതല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഞാന് നബിമാരൊന്നും അയക്കണില്ല, നിങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന കുറെ ഉസ്താദുമാരും മൗലവിമാരൊക്കെ വരും. ആ മൗലവിമാർ ഓരോ മഹല്ലിലും ഓരോ ഉസ്താദുമാരും ഓരോ നാട്ടിലും വരുമ്പോ അവരെന്താണോ ദീനായി പറഞ്ഞത് അത് സ്വീകരിച്ചോളൂ എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ ഉസ്താദുമാര് പറയണത് സ്വീകരിക്കാമായിരുന്നു. കാരണം ഓരോരുത്തരും ഓരോന്നുമായി നടക്കുകയാണ്. ആളുകളെ ചൂഷണം ചെയ്യാനുള്ള വലിയ മാർഗമായി ദീനിനെ സ്വീകരിച്ചിരിക്കുകയാണ്. ദീന് പഠിക്കാത്ത, ദീനിന്റെ ഉസൂലുകൾ അറിയാത്ത, എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം എന്നറിയാത്ത ചില വാക്കുകളൊക്കെ ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചിട്ട് ഓൺലൈനിലൂടെ ഇങ്ങനെ സ്വലാത്ത് കച്ചവടവുമായി നടക്കുക ചില ആൾക്കാരുണ്ടല്ലോ.
ആകെ അറിയുന്ന വാക്ക് മണിമുത്തുകളെ ഇൻഷാ അല്ലാ മാഷാ അല്ലാ, പിന്നെ കുറെ സ്വലാത്തും അതിന് കൂടിയും അതിന് കുറെ കാശും. അല്ലേ? ഇതല്ലേ ഇന്നത്തെ അവസ്ഥ? ഓൺലൈനായി എത്ര ആളുകളാണ് സ്വലാത്തിന്റെ പേരിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ സ്വലാത്തിന് പറയുന്ന ഗുണങ്ങളോ സുഖപ്രസവം, അല്ലെ, ആരോഗ്യമുള്ള ജീവിതം, വിദേശത്ത് പോയ മകന് ജോലി, ദാരിദ്ര്യത്തിൽ നിന്ന് നിർമാർജനം, പ്രയാസങ്ങൾ നീങ്ങൽ, എന്തിനേറെ മുലപ്പാല് കുറഞ്ഞു പോകാതിരിക്കാൻ പോലും സ്വലാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കച്ചവടം നടത്തുന്ന കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസവിച്ചു കിടക്കുന്ന കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് മുലപ്പാല് വർദ്ധിക്കാൻ സ്വലാത്ത്. രേഖകളുണ്ട് നമ്മുടെ കൈകളിൽ. കുട്ടികൾക്ക് പരീക്ഷയിൽ പാസ്സാകാൻ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികളെയും വിടൂല, പെണ്ണുങ്ങളെയും വിടൂല, ആരെയും വിടൂല. ദീനിനെ കച്ചവടമായി സ്വീകരിച്ച ആളുകൾ. ഇത് പിൽക്കാലത്തുണ്ടാകും. അത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. അതാണ് ജൂത ക്രൈസ്തവന്മാരിൽ സംഭവിച്ചത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും കാലഘട്ടങ്ങൾക്ക് ശേഷം അവർ ശരിയായ മതം പഠിപ്പിച്ച് പോയതിനു ശേഷം ഈ ലോകത്തേക്ക് കടന്നു വന്ന പിന്നീടുള്ള ചില ആളുകൾ, റുഹ്ബാനുകൾ, പുരോഹിതന്മാർ, അവർ ജനങ്ങളെ കയ്യിലെടുത്തപ്പോ ഈസാ നബി പഠിപ്പിച്ച ആദർശത്തിൽ നിന്നും അവരെ തെറ്റിച്ചു കളഞ്ഞു. ഈസാ നബി പഠിപ്പിച്ചത് എന്താ? ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂ ഹദാ സിറാത്തും മുസ്തഖീം. എന്റെയും നിങ്ങളുടെയും റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, ഇതാണ് ചൊവ്വായ പാത. അതല്ലേ ഈസാ നബി പഠിപ്പിച്ചത്? അതുതന്നെയല്ലേ മൂസാ നബിയും പഠിപ്പിച്ചത്? അതുതന്നെയല്ലേ ഉസൈർ നബിയും പഠിപ്പിച്ചത്? അതുതന്നെയല്ലേ ദാവൂദ് നബിയും സുലൈമാൻ നബിയും പഠിപ്പിച്ചത്? പക്ഷേ ആ പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ മതത്തിലെ ആളുകൾ അത് ഏറ്റെടുത്തപ്പോഴോ പുതിയതായി പലതും കടന്നു വന്നു. മൂസാ നബിയോടും ഉസൈർ നബിയോടും പ്രാർത്ഥന തുടങ്ങി, ഈസാ നബിയോടും ഉമ്മയോടും പ്രാർത്ഥന തുടങ്ങി. അതിന്റെ ആവർത്തനമാണ് ഈ ഉമ്മത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോ ആ ന്യായീകരണങ്ങളെ സ്വീകരിക്കേണ്ടവരല്ല നമ്മൾ. അത് സുന്നത്ത് ജമാഅത്തിന്റെ മാർഗവുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോ അന്ന് പറഞ്ഞ കാര്യമാണ്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ, എല്ലാവരും ഇറങ്ങിപ്പോണം. ആദം നബി ഉണ്ട്, ഹവ്വാ ബീവി ഉണ്ട്, അവരോടൊക്കെ അല്ലാഹ് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോണം, ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഹുദ നിങ്ങൾക്ക് വരും, എന്റെ ആ ഹുദ ആരാണോ പിൻപറ്റുന്നത് അവന് പേടിക്കേണ്ടതില്ല, അവൻ ഭയപ്പെടേണ്ടതുമില്ല. അവൻ പേടിയില്ലാത്ത പരലോക ജീവിതം, ഭയമില്ലാത്ത പരലോക ജീവിതം, സന്തോഷകരമായ പാരത്രിക ജീവിതം, അത് നമുക്ക് വേണമെങ്കിൽ എന്തു വേണം? അല്ലാഹ് അയച്ച ഹുദയെ നമ്മൾ പിൻപറ്റണം. ശരി, ആ ഹുദ എങ്ങനെ കിട്ടുക? അതിനാണ് ആദം നബി വന്നത്, അതിനാണ് പിന്നീട് നൂഹ് നബി വന്നത്, അതിനാ പിന്നീട് സ്വാലിഹ് നബി വന്നത്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും അവസാനം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ. ശഹ്റു റമളാൻ الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. പരിശുദ്ധമായ റമദാൻ മാസം, ഇനി വരാൻ പോകുന്ന മാസം, ആ മാസത്തിൽ അല്ലാഹ് ഖുർആൻ ഇറക്കി. എന്തിനാണ് ഖുർആൻ? ഹുദൻ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്, നേരായ വഴിയാണ്. ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഓരോ പ്രവാചകന്മാരിലൂടെയും അല്ലാഹ് ഇറക്കി കൊടുത്ത ഹുദ. അതിൽ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, സ്വഭാവം, പെരുമാറ്റം, കച്ചവടം, ക്രയവിക്രയങ്ങൾ, ഇടപാടുകൾ എല്ലാം അതിലുണ്ട്. അതോ ആ ഹുദയാകട്ടെ ഖുർആനോടുകൂടി അവസാനിച്ചു. ഇനി പുതിയ ഒരു ഹുദ വരാനില്ല. അതുകൊണ്ട് ഖുർആൻ അവസാനിക്കുമ്പോൾ ഖുർആനിന്റെ അവസാനത്തെ ആയത്ത്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, യാ അയ്യുഹന്നാസു തഖൂ യൗമൻ, ജനങ്ങളെ നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം. വത്തഖൂ യൗമൻ തുർജഉ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം. ആ ദിവസം നിങ്ങൾ റബ്ബിലേക്ക് മടക്കപ്പെടും എന്നതാണല്ലോ അവസാനമായി ഇറങ്ങുന്ന വിശുദ്ധ ഖുർആന്റെ വചനം. ആ വചനം ഇറങ്ങുന്നത് വരെ എന്തെല്ലാം നിയമങ്ങൾ അല്ലാഹ് ഇറക്കി തന്നിട്ടുണ്ടോ ആ നിയമമാണ് നമ്മൾ സ്വർഗത്തിലേക്കുള്ള മാർഗമായി സ്വീകരിക്കേണ്ടത്. എന്നാൽ നിയമങ്ങളുടെ പൂർത്തീകരണമോ അതാകട്ടെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ,
ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, മതത്തെ നാം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, ദീനിനെ നാം ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹ് പറഞ്ഞതോടുകൂടി ദീനിന്റെ എല്ലാ നിയമങ്ങളും പൂർത്തിയായി. അപ്പോ അന്ന് ആ ആയത്ത് ഇറങ്ങി ദീനിന്റെ നിയമങ്ങൾ പൂർത്തിയാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് എന്തെല്ലാം വിശ്വാസങ്ങളും ആചാരങ്ങളുമായി പഠിപ്പിക്കപ്പെട്ട് ദീന് പൂർത്തിയാകുമ്പോൾ അന്ന് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇന്ന് നമുക്ക് ദീനായി സ്വീകരിക്കാം. പക്ഷേ സംഭവിച്ചു പോയത് എന്താണ്? കാലഘട്ടം മുന്നോട്ട് പോയപ്പോ മുൻ സമുദായങ്ങളിൽ വന്ന പിഴവ് ഈ സമുദായത്തിനും സംഭവിച്ചു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും പഠിപ്പിച്ച തൗഹീദ് മാറ്റിമറിക്കപ്പെടുകയും അവർ ആരാധിക്കപ്പെടുകയും ചെയ്തു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ദീനിനെയും തൗഹീദിനെയും മാറ്റിമറിച്ച് ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഈസാ നബിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നു. തൗഹീദിന് വേണ്ടി ഒരു കഅബാലയം ഉണ്ടാക്കി, തൗഹീദിന് വേണ്ടി നാടുവിടേണ്ടി വന്ന, തൗഹീദിന്റെ പേരിൽ ഈ കുണ്ടാരത്തിലേക്ക് എറിയപ്പെടേണ്ടി വന്ന ഒരു പ്രവാചകൻ മരണപ്പെട്ട ശേഷം ആ പ്രവാചകന്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആ പ്രവാചകൻ ഉണ്ടാക്കിയ അതേ കഅബാലയത്തിൽ ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അത് ജനങ്ങൾക്ക് പല കാലഘട്ടത്തിലും വ്യതിയാനം സംഭവിച്ചതാണ്. ആ വ്യതിയാനമാണ് ഇന്നത്തെ ഈ ഉമ്മത്തിലും സംഭവിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വന്നിട്ട് എന്താ പറഞ്ഞത്? അള്ളണ്ട് എന്നല്ല, അള്ളണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നബിന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള എന്നായത്. ഇനിയോ ആ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് മാത്രമല്ല, അള്ളാഹിനെ മാത്രം ആരാധിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. കാരണം മക്കത്തെ മുശ്രിക്കുകളാണെങ്കിലും വലിയ ബുദ്ധിമുട്ടിലൊക്കെ എത്തുമ്പോ വൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കടലിലൂടെ യാത്ര ചെയ്യുമ്പോ ഇഖ്ലാസോട് കൂടി റബ്ബിനോട് അവർ ദുആ ചെയ്യാറുണ്ട്. 1-2 ആയത്തല്ല, പല ആയത്തുകളിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ച കാര്യമാണ്. ഇതൊക്കെ പഠിപ്പിച്ച് ആ സമൂഹത്തോടാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ റബ്ബിനെ മാത്രം ആരാധിക്കണം. ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല. സുജൂദിന് അർഹൻ, പ്രാർത്ഥനക്ക് അർഹൻ, തവക്കുലിന് അർഹൻ, സത്യം ചെയ്യാൻ അർഹൻ. അങ്ങനെ എന്തെല്ലാം ഇബാദത്തുകളായി വരുന്നുണ്ടോ അതെല്ലാം ആരിലേക്ക് ചേരേണമോ അവനാണ് ഇലാഹ്. അങ്ങനെ ഇലാഹായിട്ടുള്ളവൻ അല്ലാഹയല്ലാതെ ഒരാളുമില്ല. എല്ലാ ആരാധ്യ വസ്തുക്കളെയും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു എന്ന ആരാധ്യനെ മാത്രം സ്വീകരിക്കുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിപൂർണമാകുന്നത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് മക്കയിലെ ദുൽമുജാസ് എന്ന ചന്തയിലൂടെ, റുഖാല ചന്തയിലൂടെ ആളുകൾ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോ മിനായിലും മുസ്ദലിഫയിലും ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞതും മക്കയുടെ ഓരോ തെരുവീതിയിലൂടെയും യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, വിജയിക്കാം. അങ്ങനെയാണ് അവരെ മാറ്റിയത്. എവിടുന്ന മാറ്റിയത്? അല്ല എന്ന് പറയുന്ന ആളുകളെ അല്ല ഉണ്ടെന്ന വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതല്ല. ഇബ്രാഹിം നബി നബിയാണ്, ലാത്തയും ഉസ്സയും ഔലിയാക്കളാണ് എന്ന വിചാരത്തോടുകൂടി റബ്ബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിം നബിയോട് ദുആ ചെയ്ത, ലാത്തയോട് ദുആ ചെയ്ത, ഉസ്സയോട് ദുആ ചെയ്ത ആളുകളെ അതിൽ നിന്ന് മാറ്റിയിട്ട് ഏകനായ റബ്ബിനോട് മാത്രം നേരിട്ട് ദുആ ചെയ്യുക എന്നുള്ള തൗഹീദിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 13 കൊല്ലം മക്കയിൽ അത് തന്നെയായിരുന്നു പണി. അന്ന് നമസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല. നമസ്കാരം നിർബന്ധമായത് എപ്പോഴാ? ഹിജ്റയുടെ തൊട്ട് മുമ്പായി മിഅ്റാജ് ഉണ്ടായപ്പോഴാ 5 നേരത്തെ നിസ്കാരം നിർബന്ധമായത്. അതുവരെ 12 കൊല്ലവും തൗഹീദ് തന്നെയായിരുന്നു. അന്ന് മക്കയിൽ സക്കാത്ത് പറഞ്ഞിട്ടില്ല, മക്കയിൽ ഹജ്ജ് പറഞ്ഞിട്ടില്ല, മക്കയിൽ നോമ്പ് പറഞ്ഞിട്ടില്ല. അതൊക്കെ മദീനത്തേക്ക് വന്നിട്ടാ മക്കയിൽ ചെയ്തത് എന്താ? ഇബ്രാഹിം നബിയോട് ദുആ ചെയ്യല്ല. അദ്ദേഹം നബിയാണ്, ശരിയാണ്, പക്ഷേ പ്രാർത്ഥനക്ക് അർഹനല്ല. ലാത്തയെയും ഉസ്സയെയും വിളിക്കല്ല. അവർ ഔലിയാക്കന്മാരായിരുന്നു, ശരിയാണ്, പക്ഷേ അവർ പ്രാർത്ഥനക്ക് അർഹരല്ല. ഈ ഒരു തൗഹീദ് മക്ക രാജ്യത്ത് 11 കൊല്ലത്തോളം പഠിപ്പിച്ചു. പക്ഷേ കാലഘട്ടം മുന്നോട്ട് പോയപ്പോ സംഭവിച്ചു പോയത് എന്താ? ഇബ്രാഹിം നബിയുടെ ദീനിൽ എന്ത് മാറ്റം ആളുകൾ വരുത്തിയോ അതേ മാറ്റം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദീനിൽ ആളുകൾ വരുത്തി. എന്നിട്ട് മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആ മുഹമ്മദ് നബിയെ വിളിക്കാൻ തുടങ്ങി. മുഹമ്മദ് നബി ഞങ്ങളെ കാണുന്നുണ്ട്, മുഹമ്മദ് നബി ഞങ്ങളെ അറിയുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കൈ പിടിക്കണേ റസൂലേ, അദ്രിക്കിനി യാ റസൂലല്ലാഹ്, ഖല്ലത്ത് ഹീലതി വളാഖത്ത് ഹീലതി, എന്റെ എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞുപോയി,
എന്റെ എല്ലാ കഴിവുകളും അവസാനിച്ചു. അല്ലാഹുവിന്റെ റസൂലേ അദ്രിക്കിനി, എന്നെ പിടിക്കണേ, എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വലാത്ത് മജ്ലിസ് എന്ന പേര് പറഞ്ഞുകൊണ്ട്, മജ്ലിസുൻ നൂർ എന്ന പേര് പറഞ്ഞുകൊണ്ട്, മഹദറത്തുൽ ബദ്രിയ എന്ന പേര് പറഞ്ഞുകൊണ്ട്, ആധുനികമായ പേരുകൾ ഇട്ടുകൊണ്ട് പഴയ പുത്തൻ വാദങ്ങൾ വീണ്ടും സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും അതിലൂടെ ജനങ്ങളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുകയും അങ്ങനെ ആളുകളുടെ മനസ്സിനെ ഒരുതരം അന്ധവിശ്വാസത്തിന്റെ പിറകിലൂടെ കൊണ്ടുപോയിക്കൊണ്ട് അവരുടെ പോക്കറ്റ് ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ആധുനിക പുരോഹിതന്മാരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അവിടെ ബിദ്അത്തും കടന്നു വരും. ബിദ്അത്ത് വന്നാലോ ശിർക്കും വരും. അതൊരു പ്രത്യേകതയാണ്. ഇസ്ലാമിൽ ഉള്ള സുന്നത്തിൽ ഒതുങ്ങി നിന്നാൽ ശിർക്ക് വരൂല. ഇല്ലാത്ത പുതിയത് കൊണ്ടുവന്നാൽ അതുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ ശിർക്കും കടന്നു വരും. ശിർക്കിലൂടെ ബിദ്അത്തിലേക്ക് പോകും. സുന്നത്തിലൂടെ ഒരിക്കലും ശിർക്കിലേക്ക് പോകുന്നില്ല. അത് തൗഹീദിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. ഈ ഒരു മുന്നറിയിപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് എന്താ? ലാ തഖൂമു സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായിലുൻ മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കുകളുമായി കൂടിച്ചേരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. മുശ്രിക്കുകൾ ചെയ്യുന്ന അതേ ആരാധനകൾ. ആ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഇന്ത്യ രാജ്യമാണ്, ആർക്കും അവനവന്റെ വിശ്വാസം സ്വീകരിക്കാം. പക്ഷെ റസൂലിന്റെ മുന്നറിയിപ്പ്, മുസ്ലിങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മറ്റു ബഹുദൈവ ആരാധകരുടെ ആരാധനയുമായി കൂടിച്ചേരും. അതുവരെ ഇവിടെ എന്ത് സംഭവിക്കൂല? ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എന്തെല്ലാം അബദ്ധങ്ങളാണ് ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം സമൂഹം ഇന്ന് കാണിച്ചു കൂട്ടുന്നത് അല്ലെ? കല്ലുകൾക്ക് മുമ്പിൽ, മരത്തിന്റെ വള്ളികൾക്ക് മുമ്പിൽ, ഒന്നുമില്ലാത്ത മൺകട്ടകൾക്ക് മുമ്പിൽ ആരാണ് ചെയ്യുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവൻ, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവൻ, അവൻ വീണ്ടും മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാണ്. അവന്റെ മുമ്പിൽ കാണിക്കകൾ സമർപ്പിക്കുകയാണ്. അത് മരിച്ചുപോയ ആളുകളുടെ മുമ്പിൽ, അവരുടെ ഖബറുകൾക്ക് മുമ്പിൽ. അതാ പ്രവാചകൻ പറഞ്ഞത്, ഖിയാമത്ത് നാൾ സംഭവിക്കണമെങ്കിൽ എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ മുശ്രിക്കുകളുമായി കൂടിച്ചേരണം. പിന്നെയോ വഹത്താ യഅബ്ദുൽ ഔസാൻ, അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കാലഘട്ടവും വരും. അല്ലേ? പാറാവുലിയൊക്കെയുള്ള കാലഘട്ടം. പല രാജൗലിയാക്കന്മാരുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പൊ വിശദമായി പോകുന്നില്ല. നമുക്ക് ആവശ്യമില്ലാണെങ്കിൽ പിന്നെ പറയാം. ഇത് എന്തുകൊണ്ട് സംഭവിച്ചെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പരിശുദ്ധമായ വക്രതയില്ലാത്ത മതത്തെ വക്രതയില്ലാത്ത പ്രമാണത്തിലൂടെ പഠിക്കേണ്ടതിന് പകരം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അതിനെ ദീനായി സ്വീകരിക്കുകയും അന്ധമായി ആ ആളുകളെ അനുകരിക്കുകയും ചെയ്തു എന്നുള്ള അബദ്ധമാണ് ഇന്നത്തെ സമൂഹത്തിൽ സംഭവിച്ചത്. അതായത് മതപുരോഹിതന്മാരുടെ കരങ്ങളിലൂടെ ഇത്തരം ശിർക്കുകളും അനാചാരങ്ങളും കടന്നു വന്നു. അതിനെതിരെയും അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് ആ മുന്നറിയിപ്പ്? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ റബ്ബുകളായി പുരോഹിതന്മാരെ ചില ആളുകൾ സ്വീകരിച്ചു. എന്നാൽ അള്ളാഹ് പഠിപ്പിച്ച ആദർശം എന്താണ്? അള്ളാഹ് പഠിപ്പിച്ചത്, ഇപ്പൊ ചില ആളുകൾ ഈസാ നബിയെ, മസീഹിനെ അങ്ങനെ സ്വീകരിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹ് പഠിപ്പിച്ചതോ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദു ഇലാഹൻ വാഹിദാ, ഒരേ ഒരു ഇലാഹിനെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹ് കൽപ്പിച്ചത്. അതാണ് മസീഹും കൽപ്പിച്ചത്, അതാണ് എല്ലാ പ്രവാചകന്മാരും കൽപ്പിച്ചത്. പക്ഷേ നാട്ടിലെ ചില ആളുകളെ, ജനങ്ങള് അത് മതത്തിന്റെ വിഷയത്തിൽ അവർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളത് സ്വീകരിക്കും എന്ന നിലപാടിലേക്ക് എത്തി. ആ നിലപാടിൽ നിന്ന് നമ്മൾ മാറണം. കാരണം നമ്മുടെ ഖബറുകളിലേക്ക് ആളുകളില്ല. നമ്മുടെ ഖബറുകളിലേക്ക് മൗലവിമാരോ ഉസ്താദുമാരോ ഇല്ല. പരലോകത്ത് കൈപിടിക്കാനും നമ്മുടെ കൂടെ ആരുമില്ല. മുൻകറും നക്കീറും ചോദ്യം ചെയ്യാൻ വരുമ്പോ ഒരു കമ്മിറ്റിയും പ്രസിഡന്റും ഉസ്താദും ആരും കൂടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ അള്ളാന്റെ മാർഗത്തെ, ഇസ്ലാമിന്റെ ശുദ്ധമായ വഴിയെ, സ്വർഗത്തിലേക്കുള്ള പാതയെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്വീകരിക്കുക. ഇന്ന് ജനങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ വലുത് മറ്റു ചിലരായി. അത് ഈ പൗരോഹിത്യം കാരണം സംഭവിച്ചു പോയതാ. അള്ളാഹിന്റെ മഹത്വം പറയുന്നതിന് പകരം വേറെ ചില ആളുകളുടെ മഹത്വങ്ങൾ, അത് മരിച്ചുപോയവരാകാം, ജീവിച്ചിരിക്കുന്നവരാകാം, എന്നിട്ട് അവരിലൂടെ ചില ബന്ധങ്ങൾ, മരിച്ചുപോയവരാണെങ്കിൽ അവരുടെ പേരിൽ നേർച്ചകൾ, അവരുടെ പേരിൽ ഉറൂസുകൾ, അവരുടെ പേരിൽ ആണ്ടുകൾ, അവരുടെ പേരിൽ മാലകൾ, മൗലിദുകൾ. അതോടുകൂടി എന്തായി? ജനങ്ങളുടെ കൈകളിൽ ഖുർആനിനും ഹദീസുകൾക്കും പകരം മാലകളായി, മൗലിദുകളായി. അപ്പൊ അത് ചൊല്ലാനും മറ്റൊക്കെ അവസരങ്ങളും വേദികളും വേണം. അങ്ങനെ ജന്മദിനാഘോഷങ്ങൾ പൊടിപൊടിക്കാൻ തുടങ്ങി.
ആണ്ടുകൾ പൊടിപൊടിക്കാൻ തുടങ്ങി. ഉറൂസുകളും കബർ കെട്ടിപ്പൊക്കലും വന്നു, സ്വലാത്ത് കച്ചവടങ്ങൾ വന്നു, മജ്ലിസുന്നൂറുകൾ വന്നു, തുടങ്ങി പലതും കടന്നു വന്നു. സഹോദരന്മാരെ, ഇത് പറയുമ്പോ മുജാഹിദുകൾ സ്വലാത്തിനെ വിമർശിക്കുന്നവരാണെന്നോ സ്വലാത്തിന് എതിരാണെന്നോ ആർക്കും തോന്നിപ്പോകരുത്. സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുന്നവരാണ് നമ്മൾ. പക്ഷേ സ്വലാത്ത് ചൊല്ലാൻ മജ്ലിസ് വേണ്ട, സ്വലാത്ത് ചൊല്ലാൻ ഉസ്താദിന്റെ നേതൃത്വം വേണ്ട, സ്വലാത്ത് ചൊല്ലാൻ കൊടി വേണ്ട, സ്വലാത്ത് ചൊല്ലാൻ പെട്ടി വേണ്ട, സ്വലാത്ത് ചൊല്ലാൻ ചോറ് വേണ്ട, സ്വലാത്ത് ചൊല്ലാൻ ഉസ്താദിന് കാശ് കൊടുക്കണ്ട, എണ്ണിയ സ്വലാത്തിന്റെ കണക്കും ഉസ്താദിന് വാട്സപ്പായി അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിന്നോ നടന്നോ ഇരുന്നോ എങ്ങനെയാണോ സ്വലാത്ത് ചൊല്ലാൻ സാധിക്കുക അങ്ങനെയെല്ലാം സ്വലാത്ത് ചൊല്ലിക്കൊള്ളുക. സല്ലു അലയ്യ, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൂ. ആ സ്വലാത്ത് എത്തിക്കാൻ നല്ല സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മലക്കുകളുണ്ട്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, എന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഅശറ, അതിന്റെ പേരിൽ 10 സ്വലാത്തിന്റെ പ്രതിഫലമുണ്ട്. ഖിയാമത്ത് നാളിൽ അഖറബകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, നാളെ സ്വർഗ്ഗത്തിൽ എന്നിലേക്ക് ഏറ്റവും അടുത്തവർ ആരെന്നറിയാമോ? അക്തറുക്കും അലയ്യ സ്വലാത്ത, എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. റസൂലിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ ഏറ്റവും അടുത്തുള്ളത് എന്ന് പറയുമ്പോ അത് ചൊല്ലണമെന്ന് പറയുന്നവരാണ് നമ്മൾ, അല്ലേ? പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ സ്വലാത്തുണ്ട്. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അഊദു ബില്ലാഹിൽ അളീം ബിവജ്ഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. അത് പഠിപ്പിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ ഇത് പലർക്കും അറിയില്ല. നമുക്ക് സ്വലാത്ത് മജ്ലിസിലെ പൈസട്ട സ്വലാത്തെ അറിയുള്ളൂ, അവിടുത്തെ നാരിയത്ത് സ്വലാത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത് ചൊല്ലൽ തെറ്റാണെന്ന് പറഞ്ഞാലോ അത് തെറ്റാണെന്ന് പറയുന്നവനെ അവൻ പുത്തൻവാദിയാണെന്നും വഹാബിയാണെന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാനും നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത് നമ്മൾ അങ്ങനെ പഠിപ്പിച്ചതാ. എന്തിനാണെന്നറിയോ? നമ്മൾ അങ്ങനെ പഠിച്ചാലേ നമ്മുടെ പണം അവർക്ക് കിട്ടൂ. അതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അത് നമ്മൾ തിരിച്ചറിയാം. ഇങ്ങനെ കുറെ വ്യാജ സ്വലാത്തിന്റെ ആളുകൾ, എന്നിട്ട് വ്യാഴാഴ്ച ഒരു സ്വലാത്ത്, ചില സ്ഥലത്ത് മാസത്തിൽ ഒരു മാസാന്ത സ്വലാത്ത്, സ്വലാത്ത് വക പെട്ടി, എന്നിട്ട് സ്വലാത്തിന് ഒരു വാർഷികം. ഇതൊക്കെ എന്തിനാണെന്നറിയോ? അറിവില്ലാത്ത ജനങ്ങളുടെ പണം ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം പൗരോഹിത്യം കൊണ്ട് നടന്നതാ. ഞാൻ ചോദിക്കട്ടെ, സ്വലാത്ത് ആദ്യം പഠിപ്പിച്ചത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? മക്ക രാജ്യത്തോ മദീനയിലോ ഒരു സ്വലാത്തിന്റെ ഒരു വാർഷികം നടന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റുമോ? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മാ അലൈഹി അന വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ച മാർഗം എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയ സ്വലാത്ത് വാർഷികം, അല്ലെങ്കിൽ അന്ന് അവർ വെച്ച സ്വലാത്തിന്റെ പെട്ടി എവിടെയാ വെച്ചത്? അല്ലെങ്കിൽ അവർ ചൊല്ലിയ നാരിയത്ത് സ്വലാത്ത് എവിടെ? അവർ ചൊല്ലിയ താജു സ്വലാത്ത് എവിടെ? അവർ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ എവിടെ? അല്ലെ? ആ സ്വലാത്ത് ഇത്ര തവണ ചൊല്ലണം, ഇതിന്റെ സമയത്ത് ചൊല്ലണം, ഇതിന്റെ രൂപത്തിൽ ചൊല്ലണം. ഇതിന്റെ പേരിൽ ആ മതം ഉണ്ടാക്കുക, ഇതിനാണ് മതം ഉണ്ടാക്കുക എന്ന് പറയാ. അങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശരിയായ റൂട്ടുകൾ തെറ്റിപ്പോയതും ആളുകൾ വഴിപഴച്ചു പോയതും. അത് തന്നെയാണ് ഇന്നും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോ പിഴച്ച വഴികൾ സ്വീകരിക്കാതെ നേരായ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതിന്റെ മാർഗം എന്താ? ആ മാർഗമാണ് റബ്ബ് പറഞ്ഞു തന്നത് സൂറത്തു നിസായിലൂടെ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെയും അനുസരിക്കുക. അപ്പൊ അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക് മടങ്ങുക, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാലോ ഹദീസിലേക്കും മടങ്ങുക. ഖുർആനിലും ഹദീസിലും ഉണ്ടോ? ആര് എതിർത്താലും സ്വീകരിക്കാം. ഖുർആനും ഹദീസിലും ഇല്ലേ, ആര് വേണമെന്ന് പറഞ്ഞാലും സ്വീകരിക്കാനും പാടില്ല. അത് ആരോടാ പറയുന്നതെന്നറിയോ? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, റബ്ബിൽ വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ഖൈർ, അതാണ് ഏറ്റവും നല്ല മടക്കം. ഈ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമുള്ള മടക്കം. സ്വന്തമായി മതകാര്യങ്ങൾ വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ ആർക്കും കൊണ്ടുവരാൻ അവകാശം ഇല്ല. അല്ലാതെ ഒരു ചോദ്യമുണ്ട്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ, അല്ലാഹു അനുവാദം നൽകാത്ത കാര്യങ്ങൾ മതത്തിൽ പുതിയതായി മതനിയമമായി കൊണ്ടുവരാൻ അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ? ഇക്കൊല്ലം ഒരാൾക്ക് തോന്നുകയാണ് ഇങ്ങനെയാകാം, വേറൊരാൾക്ക് തോന്നുന്നത് അങ്ങനെയാകാം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പല മഹല്ലുകളിലും പലതരം ഇബാദത്തുകള്. ഒരു പള്ളി പോയാൽ 3 സ്വലാത്ത, വേറെ പള്ളി പോയാൽ 7 സ്വലാത്ത, വേറെ പള്ളി പോയാൽ 10 സ്വലാത്ത. അതെന്തിനാ അങ്ങനെ മാറ്റം വന്നത്? നിസ്കാര ശേഷം പ്രത്യേക സ്വലാത്തുകളില്
ആ നമ്പറിൽ എന്തുകൊണ്ടാണ് മാറ്റം വന്നത്? അത് പ്രവാചകൻ കൃത്യമായി പഠിപ്പിക്കാത്ത രീതി ആയതുകൊണ്ടാ. സുബ്ഹാനല്ലാഹ് 33 അത് എല്ലാ പള്ളിയിലും ഒന്നാ, അൽഹംദുലില്ലാഹ് 33 എല്ലാ പള്ളിയിലും ഒന്നാ, എല്ലാ മഹല്ലിലും ഒന്നാ, അല്ലാഹു അക്ബർ 33 എല്ലായിടത്തും ഒന്നാ. അതെന്തേ കാരണം? അത് 1400 കൊല്ലം മുമ്പേ അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാണ്. അത് പുതിയതായി ഉസ്താദുമാർ കൊണ്ടുവന്നതല്ല. അതുകൊണ്ടാണ്. അപ്പോ ദീനിന്റെ മാർഗം, യഥാർത്ഥ മാർഗം ഖുർആനിലൂടെ ഹദീസിലൂടെ സ്വീകരിക്കുക. അതല്ലാത്തൊരു മാർഗം നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ അത് ഒഴിവാക്കുകയും വേണം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹു റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഖുർആനിലും ഹദീസിലും ഉണ്ട്. അതിനപ്പുറം എനിക്ക് ഇങ്ങനെയാ തോന്നുന്നത്, ഇതാണ് ശരിയായി തോന്നുന്നത്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് അവിടെ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായ അഭിപ്രായം സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാൽ അതിന്റെ അർത്ഥം അവൻ അള്ളാഹിനോട് അനുസരണക്കേട് കാണിച്ചു. ആ അനുസരണക്കേടിന്റെ ഫലം എന്താണ്? അള്ളാഹിനോടും റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാൽ അവൻ വ്യക്തമായ വഴിപടവിലാണ്. പക്ഷെ ഇന്ന് ഇതൊക്കെ ഈ വചനങ്ങളൊക്കെ ഖുർആനിൽ ഉണ്ടായിട്ടും ഇതെല്ലാം അള്ളാഹ് പഠിപ്പിച്ചിട്ടും ഇതൊന്നും പലപ്പോഴും നമ്മൾ വാഴകൾ കേൾക്കാറില്ല. ഇങ്ങനെ അള്ളാഹ് പറഞ്ഞ അനുസരിക്കണം, റസൂലിനെ പിൻപറ്റണം, ഹദീസിൽ ഉള്ളതേ ചെയ്യാവൂ എന്നാരും നമ്മൾ ഇത്തരം ഈ പൗരോഹിത്യത്തിന്റെ ഈ സ്വലാത്ത് വാർഷികങ്ങളും കച്ചവടങ്ങളും മജ്‌ലിസുന്നൂറും ഒക്കെ നടക്കുന്ന ആളുകളുടെ പ്രഭാഷണങ്ങൾ പലപ്പോഴും കേൾക്കാറില്ല. അതേ കാരണം റസൂല് പഠിപ്പിച്ചേർത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പൊ അടുത്ത ചോദ്യം വരും, എന്നാ സ്വലാത്തിന്റെ ആര്യ റസൂലിന്റെ ഏത് ഹദീസിലാ ഉള്ളത്? താജു സ്വലാത്ത് ഏത് ഹദീസിലാ ഉള്ളത്? അല്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ഇനി ചെയ്യുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ ഹദീസിൽ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ലാതെയാകും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഇസ്ലാം പഠിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന യഥാർത്ഥമായ തൗഹീദാണ്. എന്നാൽ പുതിയതായി കടന്നു വന്ന ഉറൂസുകളിലും ആണ്ടുകളിലും ജന്മദിനാഘോഷങ്ങളിലും നടക്കുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം ചെയ്ത തൗഹീദ് വഅന്നൽ മസാജിദ ലില്ലാഹ്, ഇത് ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ള ഒരു സന്ദേശമാണ്. എല്ലായിടത്തും പറയാനുള്ള സന്ദേശമാണ്. അത് എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് അതിൽ മടുപ്പ് വരാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ ആദർശം, അടിയും ആട്ടും മേറും തൊപ്പും കൊള്ളേണ്ടി വന്നത് ആ ആദർശത്തിന്റെ പേരിൽ. അതുകൊണ്ട് പ്രവാചകൻ അവസാനമായി ജനങ്ങളോട് പറഞ്ഞതും ഈ ആദർശം. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ആവർത്തിച്ച് പറയുന്നത്. അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല. വഖാല റബ്ബുക്കും, റബ്ബ് പറയുന്നു, ഉദ്ഉനി, എന്നോട് ദുആ ചെയ്യൂ, എന്നോട് തേടൂ, എന്നോട് പ്രാർത്ഥിക്കൂ. ഔലിയാക്കന്മാരെ വിളിക്കൂ എന്നല്ല, പ്രവാചകന്മാരെ വിളിക്കൂ എന്നല്ല, സയ്യിദന്മാരെ വിളിക്കൂ എന്നല്ല, ബീവിമാരെ വിളിക്കൂ എന്നല്ല. ഉദ്ഉനി, എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഓരോരോ വചനങ്ങളിൽ അല്ലാഹു തആല കൃത്യമായി പഠിപ്പിക്കുകയാണ്. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അല്ലാഹുവാണ് ഹഖായിട്ടുള്ളവൻ, അവനാണ് യഥാർത്ഥ ആരാധ്യനായിട്ടുള്ളവൻ. അല്ലാഹു അല്ലാത്ത ആരോട് ദുആ ചെയ്താലും അതെല്ലാം ബാത്തിലുകളാണ്, അതെല്ലാം വെറുതെയാണ്. 1000 തവണ വിളിച്ചാലും 100 തവണ വിളിച്ചാലും കണ്ണടച്ചു നിന്ന് വിളിച്ചാലും തുള്ളിക്കളിച്ച് വിളിച്ചാലും ഇരുട്ടത്ത് നിന്ന് വിളിച്ചാലും ആരെ വിളിച്ചാലും അത് മിൻദൂനിഹിൽ ബാത്തിൽ, അതെല്ലാം ബാത്തിലുകളാണ്, അതെല്ലാം ഗുണമില്ലാത്തതാണ്. വഅന്നല്ലാഹുൽ അലിയുൽ കബീർ, അല്ലാഹുവാണ് ഉന്നതൻ, അവനാണ് ഏറ്റവും മഹാനായിട്ടുള്ളവൻ. ശിർക്ക് ചെയ്യാൻ പാടില്ല. ഞാനോട് മാത്രം ദുആ ചെയ്യണമെന്ന് മാത്രമല്ല എന്ന് പറഞ്ഞത്, ശിർക്ക് ചെയ്യരുതേ എന്നും പറഞ്ഞു. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ ഖുൽ ഇന്നി ഉമിർതു അൻ അഅബുദല്ലാഹ്, അല്ലാഹ് എന്നോട് കൽപ്പിച്ചു ഞാൻ അല്ലാഹുവിനെ ആരാധിക്കാൻ, വലാ ഉശ്രിക ബിഹി, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനും. ലകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ. അസ്ഹാബുൽ കഹ്ഫിൽ, സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല 2 തോട്ടക്കാരെ കുറിച്ച് പറയുന്നത്. അതിലെ വിശ്വാസി പറഞ്ഞ വാക്കാ, ഞാൻ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. അവർ റബ്ബിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ വേറെ റബ്ബുണ്ട് എന്ന് പറയലല്ല. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടത് വേറെ ആളുകൾക്ക് കൊടുക്കുക, അള്ളാഹിന്റെ മുമ്പിൽ മാത്രം ചെയ്യേണ്ടത് വേറെ ആളുകളുടെ മുമ്പിൽ ചെയ്യുക. ഞാൻ തുറന്നു പറയാം, അള്ളാഹുവെ പൊറുക്കണേ,
അള്ളാഹുവെ രോഗം മാറ്റണേ, അള്ളാഹുവെ ശിഫ നൽകണേ, അള്ളാഹുവെ വിജയം നൽകണേ, അള്ളാഹുവെ ആഖിറത്ത് നന്നാക്കണേ എന്നതൊക്കെ പ്രാർത്ഥനയാണല്ലോ. ഏത് കുട്ടിക്കും അറിയാമല്ലോ. രക്ഷിക്കണേ, ബദ്രീങ്ങളെ രോഗം മാറ്റണേ, മടവൂരെ കാക്കണേ, മടവൂരെ ഇഹലോകവും പരലോകവും നന്നാക്കി തരണേ എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് മാത്രം പോകേണ്ട ദുആ മടവൂരിലേക്കും മമ്പുറം തങ്ങളിലേക്കും മറ്റുള്ള ആളുകളിലേക്കും പോകുമ്പോൾ അതിന്റെ പേരാ ശിർക്ക്, പങ്കു ചേർക്കുക. അതിലാണ് അള്ളാനെ പോലെ വേറെ ആളുണ്ടെന്ന് പറയലല്ല, രണ്ട് അള്ള ഉണ്ടെന്ന് പറയലല്ല. അങ്ങനെ ലോകക്കാരും പറഞ്ഞിട്ടുമില്ല. അപ്പോ റബ്ബിന് മാത്രമുള്ളത് റബ്ബല്ലാത്തവർക്ക് കൊടുത്താൽ ശിർക്കാണ്. അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷണം എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, അതെ റബ്ബിന്റെ വിശേഷണങ്ങളാ. ഇന്ന വലിയ എല്ലാം കാണും, എല്ലാം കേൾക്കും, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞാൽ, എന്ന് വിശ്വസിച്ചാൽ റബ്ബിന്റെ വിശേഷണങ്ങൾ ആ വ്യക്തിക്ക് ചാർത്തി കൊടുക്കലാണ്, റബ്ബിൽ ആ വ്യക്തിയെ പങ്കുചേർക്കലാണ്. അതും ശിർക്കിന്റെ വിശ്വാസമാണ്. അള്ളാന്റെ മാത്രം പ്രവർത്തനങ്ങളുണ്ട്, അള്ളാന്റെ മാത്രം വിശേഷണങ്ങളുണ്ട്, അസ്മാവുകളും സിഫാത്തുകളും. ആ സിഫാത്തിൽ ഫിഅലിയായ സിഫാത്തുകളും അള്ളാന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ അതൊക്കെ റബ്ബിന് മാത്രമുള്ളതാണ്. അത് വേറൊരാൾക്കുണ്ടെന്ന് പറഞ്ഞാലോ? മടവൂരിനെ കുറിച്ച് എഴുതിണ്ടാക്കിയൊരു മൗലൂദുണ്ട്. ഞാൻ എന്താ പറഞ്ഞറിയോ? യാമൻ അലാ ഫറാ മാ ഫിൽ ഗുയൂബി വമാ തഹ്ത الثرى വലലാ മിൻ ലൈലി മുൻസദിലു അംത الدليل لمن حارت به الهيل أنت الغياث لمن ضاقت به الهيل. അല്ലയോ മടവൂരെ, യാമൻ അലാ ഫറാ മാ ഫിൽ ഗുയൂബി വമാ, ഗൈബിയായ കാര്യങ്ങൾ അറിയുന്ന മഹാനെ, ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ അറിയുന്ന മഹാനെ. ആരെ വിശ്വാസം പഠിപ്പിച്ചത്? ആരെ കുറിച്ചാ പറയുന്നത്? എന്നോ മരിച്ചു പോയ മടവൂരിനെ കുറിച്ച്. നമ്മളാ വ്യക്തിയെ ആക്ഷേപിക്കല്ല, അതിന്റെ ആവശ്യം നമുക്കില്ല. ഒരു മനുഷ്യനായിരുന്നു, അസുഖം വന്നു, മരിച്ചുപോയി. ഇപ്പോ എല്ലാം അറിയുന്ന മഹാൻ, അല്ലെ, എല്ലാം നിയന്ത്രിക്കുന്ന മഹാൻ. ആ മഹാന്റെ നിയന്ത്രണം നിമിഷം തെറ്റിപ്പോയാൽ ഇവിടെ ആകെ തകിടം മറിയും. എന്തെല്ലാം കുഫറിന്റെ വിശ്വാസങ്ങളാണ് സുന്നത്തി ജമാഅത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അതൊക്കെ എന്തിനാണെന്നറിയോ? ഔലിയാക്കന്മാരെ പേര് പറഞ്ഞിങ്ങനെ കൊണ്ടുവന്നാൽ അതിന്റെ പേരിൽ കുറെ പെട്ടിണ്ടാക്കാം, കുറെ പൈസ ഉണ്ടാക്കാം, അതിനു വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ പൗരോഹിത്യം പൊതുജനങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ റബ്ബിന്റെ കോടതി, പരലോകത്ത് ആ കോടതി ഉണ്ടല്ലോ, അതിന് നമ്മൾ മറക്കാതിരിക്കുക. അത്രയും എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. അപ്പൊ ഏതായാലും അള്ളാന്റെ വിശേഷണങ്ങള് മറ്റുള്ളവർക്ക് ചേർത്തിയാൽ അത് റബ്ബിന്റെ സിഫാത്തുകളിലും പ്രവർത്തനങ്ങളിലും പങ്കുചേർക്കലാണ്. അതും പാടില്ല. അമ്പിയാക്കന്മാർ നമുക്ക് മാതൃകയാണ്. ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് നബിമാരും പ്രവാചകന്മാരും അവർക്ക് നാം വേദഗ്രന്ഥം കൊടുത്തു. നബിമാരെ കുറിച്ച് അല്ലാഹ് പറയാണ്, അവർക്ക് നാം അറിവ് കൊടുത്തു, അവർക്ക് നാം പ്രവാചകത്വം കൊടുത്തു. പിന്നെ അവരാരാ? ഉലൈകല്ലദീന ഹദല്ലാഹ്, അല്ലാഹ് ഹിദായത്ത് കൊടുത്തവരാണവർ. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ഹിദായത്തിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അവർ റബ്ബിന്റെ ഹുക്മ കിട്ടിയവരാണ്, നുബുവത്ത് കിട്ടിയവരാണ്, വേദഗ്രന്ഥം കിട്ടിയവരാണ്, ഹിദായത്ത് കിട്ടിയവരാണ് എന്ന് മാത്രമല്ല അവരുടെ ഹിദായത്തിനെ പിൻപറ്റാനും അല്ലാഹു തആല പറഞ്ഞു. ശരി, എന്താ അവരുടെ ഹിദായത്ത്? ആ ഹിദായത്ത് ഖുർആൻ പഠിപ്പിച്ചു തന്നില്ലേ? ആദം നബി മുതൽ. ഞാൻ ഓരോന്നോരോന്നായി വിശദീകരിക്കുന്നില്ല. ആദം നബിയിൽ ഒരു മാനുഷികമായ ഒരു അബദ്ധം സംഭവിച്ചപ്പോ സ്വർഗത്തിലെ പഴം തിന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താ? റബ്ബനാ വലംനാ അൻഫുസനാ, അല്ലാഹുവേ പുറത്തു തരണേ, ഞങ്ങൾ ഇതാ പാപം ചെയ്തിരിക്കുന്നു. നൂഹ് നബി പറഞ്ഞല്ലോ, റബ്ബി ഗഫിർലി വലിവാലിദയ്യ, റബ്ബേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണേ. ഇബ്രാഹിം നബി പറഞ്ഞല്ലോ, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, റബ്ബേ ഞങ്ങളെ മുസ്ലിങ്ങളാക്കി ജീവിപ്പിക്കണേ, ഞങ്ങളുടെ മക്കളെയും. റബ്ബന എന്ന് പറഞ്ഞുകൊണ്ട് 2-3 തവണ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആനിൽ കാണാം. മക്കളില്ലാത്ത സക്കരിയ നബി പ്രാർത്ഥിച്ചല്ലോ, റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. റബ്ബേ എനിക്ക് മക്കളില്ല, എന്റെ തലം നിറച്ചു, എന്റെ ശരീരം ദുർബലമായി, നിന്നോടുള്ള പ്രാർത്ഥന കൊണ്ട് ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനായിട്ടില്ല, എനിക്ക് നീ മക്കളെ നൽകണേ എന്ന് ആ സൂറത്ത് ആൽ ഇംറാനിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. സൂറത്ത് മറിയമിലും കാണാം, യരീസുനി വയരീസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയാ.
റബ്ബേ, എന്തിനാണ് എനിക്ക് മക്കളെന്നറിയോ? ഞാൻ നിർവഹിക്കുന്ന തൗഹീദിന്റെ സന്ദേശം എന്റെ കാലശേഷം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ അനന്തരാവകാശികൾ വേണം. അതുകൊണ്ട് റബ്ബേ, എനിക്ക് നല്ല മക്കളെ നൽകണമെന്ന് സക്കരിയാ നബി പ്രാർത്ഥിക്കുകയാണ്. മക്കളില്ലാത്ത സക്കരിയാ നബി, രോഗം 18 കൊല്ലത്തോളം രോഗം ബാധിച്ച അയ്യൂബ് നബി, അയ്യൂബ ഇദ്നാദാ റബ്ബഹു, അയ്യൂബ് നബി തന്റെ റബ്ബിനെ വിളിച്ചപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോയ യൂനുസ് നബി, വദന്നൂനി ഇദ് ദഹബ മുഗാലിബൻ ഫظن അൻ ലൻ നഖ്ദിർ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. കടലിനടിയിലാണ്, കടലിന്റെ ഇരുട്ടിലാണ്, മത്സ്യത്തിന്റെ വയറ്റിലാണ്, അതും ഒരു ഇരുട്ടാണ്. ആ ഇരുട്ടറകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വിളിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത, റബ്ബേ നീ അല്ലാതെ ഇലാഹില്ല. ആ റബ്ബിനോടാണ് പ്രാർത്ഥന. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മരുഭൂമി യാത്രക്കിടയിൽ ഒരു മരത്തിന് ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. ആരും കൂടെയില്ല, കുടുംബക്കാരില്ല, ഉറ്റ ബന്ധുക്കളില്ല, സഹായിക്കാൻ ആരുമില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, റബ്ബേ നീ എനിക്ക് എന്ത് ഖൈർ ഇറക്കി തന്നാലും അതിലേക്കെല്ലാം ഞാൻ ആവശ്യമുള്ളവനാണ്. അതേ ആദം നബി മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല നബിമാരുടെയും പ്രാർത്ഥന റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോഴോ ഓരോരുത്തരും കടന്നു വന്നപ്പോ പറയാ, നിങ്ങൾ വിളിച്ചോളിയും ബദരീങ്ങളെ, കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ചോളും മമ്പുറം തങ്ങളെ, നിങ്ങൾ വിളിച്ചോളും മുഹിയുദ്ദീൻ ശൈഖിനെ. ഇത് പഠിപ്പിക്കാനാണോ പ്രവാചകൻ വന്നത്? അങ്ങനെ പ്രവാചകൻ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബദർ ഉണ്ടാകുമായിരുന്നില്ല, ഉഹുദ് ഉണ്ടാകുമായിരുന്നില്ല, ഖന്തക്കിന്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ബിലാലിനെ പോലെയുള്ള ആളുകൾ അഹദ് അഹദ് എന്നുള്ള ആ മുദ്രാവാക്യമുണ്ടല്ലോ, അതാണ് മക്കത്തെ മുശ്രിക്കുകളെ ചൊടിപ്പിച്ചത്. അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് 23 കൊല്ലം ജീവിച്ചിട്ട് ആ മുത്തു റസൂൽ മരിച്ചു പോയപ്പോ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് റസൂലിനെ വിളിക്കുക യാ റസൂൽ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പറയാ ഇതാണ് സുന്നത്തിയമാഅത്ത്. പച്ചയായ ശിർക്ക് ഉമ്മത്തിന് പഠിപ്പിച്ചിട്ട് അതിന് തൗഹീദ് എന്ന പേരിട്ട് കൊടുക്കുക. 850 കൊല്ലം മുമ്പ് ഹിജ്റ 570 ചില്ലറകളിൽ മരണപ്പെട്ടു പോയ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ പേരിൽ ഖുതുബിയത്തുണ്ട്, അദ്ദേഹത്തിന്റെ പേരിൽ മുഹിയുദ്ദീൻ മാലയുണ്ട്, അദ്ദേഹത്തിന്റെ പേരിൽ മുഹിയുദ്ദീൻ മൗലിദ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരിൽ പല ഗ്രന്ഥങ്ങളുമുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തോട് വിളിക്കാൻ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന വരികൾ, വിളിക്കുന്ന വരികൾ ഈ ഉമ്മത്തിനെ കൊണ്ട് ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ മുഴുവൻ പറഞ്ഞതോ അങ്ങനെ ആരോട് ദുആ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും എന്റെ പേര് 1000 തവണ എന്റെ പേര് വിളിച്ചാൽ 1000 തവണ വിളിക്കണം, ഒറ്റക്കിരുന്നു കൊണ്ട് വിളിക്കണം, നല്ല മനസാന്നിധ്യത്തോടുകൂടി വിളിക്കണം. അങ്ങനെ വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹിയുദ്ദീൻ. അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് വിളിച്ചോ യാ അബ്ദുൽ ഖാദിറോരെ. 1000 വട്ടം വിളിക്കണം. ആ 1000ത്തിന് അപ്പൊ 10 ആൾക്കാർ 100 ആക്കി പോയിരിക്കുന്നത്. ആ 1000 തവണ വിളിക്കുമ്പോ ഒറ്റക്കിരുന്ന് വിളിക്കണം. ഒറ്റക്കിരുന്ന് ആരും ചോറ് തരാൻ ഉണ്ടാവൂല. അപ്പൊ എല്ലാരും കൂടി ഒന്ന് ലൈറ്റ് ഓഫാക്കല. അപ്പൊ ഇരുട്ടായി, അപ്പൊ ഒറ്റക്കുമായി. അല്ലേ? ഇതൊക്കെ തിരിച്ചറിയാൻ മാത്രമുള്ള ബുദ്ധി പടച്ചോ നമുക്ക് തന്നിട്ടില്ലേ? തിരിച്ചറിഞ്ഞൂടെ? ഇത് ഖുർആനിൽ ഇങ്ങനെ ഒരു ആശയമുണ്ടോ? ശൈഖിനെ വിളിച്ചോന്ന് വേണ്ട. മുഹമ്മദ് നബിയെ വിളിച്ചോ, യാക്കൂബ് നബിയെ വിളിച്ചോ, ഈസാ നബിയെ വിളിച്ചോ, നൂഹ് നബിയെ വിളിച്ചോ, ഒരായത്തുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാമായിരുന്നു മഹാന്മാരെ. പക്ഷെ അല്ലാഹ് പറഞ്ഞിട്ടില്ല. പിന്നെയോ ശൈഖിനെ എങ്ങനെ വിളിക്കേണ്ടത്? നിബന്ധനയുണ്ട്. ആദ്യം 12 റക്അത്ത് നിസ്കരിക്കണം. നിസ്കാരം നിങ്ങൾ നിസ്കാര ഹദീസിലുണ്ടോ? മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ 12 റക്അത്ത്. ആ 12 റക്അത്ത് നിസ്കരിക്കുമ്പോ ഫാത്തിഹ വേണം, നല്ല ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഭവ്യതയോടുകൂടി ഓതണം. എന്താ വിളിക്കേണ്ടത്? യാ ഗൗസൽ അഅലമി അബ്ദൽ ഖാദിരി സുർആ യാ സയ്യിദ് ഹുളുർ നീ യാ മുഹിയുദ്ദീൻ. ചില മഹല്ലുകളിൽ മാസം ജലാലിയ റാത്തീബ്,
ചില മഹല്ലുകളിൽ ഇങ്ങനെ 2 മാസം കൂടുമ്പോ, ചില മഹല്ലുകളിൽ 2 ആഴ്ച കൂടുമ്പോ. അതും മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിലുണ്ടാക്കിയതാ. അതും ശൈഖിനോട് പ്രാർത്ഥിക്കുന്ന വരികൾ ഉൾക്കൊള്ളുന്ന പച്ചയായ ശിർക്കിന്റെ കിതാബാണത്. അതിന് കുറെ ദിക്റുകൾ, 101 വട്ടം, 300 വട്ടം, 110 വട്ടം. ചിലത് ഹിന്ദി ദിക്ർ കൂടി അതിലുണ്ട്. ഹിന്ദി ദിക്ർ ഉണ്ടായിരുന്നു. അല്ലാഹു റസൂൽ പഠിപ്പിച്ച ദീനുണ്ട് ഹിന്ദി. അത് ദുനിയാവിന്റെ ഭാഷയല്ലേ. അത് അതിനോട് എണ്ണം നിശ്ചയിച്ചിട്ട്. അപ്പൊ സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് ഇങ്ങനെ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. എന്താ എന്ന് വിളിച്ചിട്ട് പറയണം? യാ സയ്യിദി സനദി ഗൗതി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. അല്ലയോ എന്റെ നേതാവേ, അല്ലയോ എന്റെ അവലംബമേ, അല്ലയോ എന്റെ സഹായമേ, കുല്ലി ലഹീറ, എനിക്ക് നിങ്ങൾ പിൻബലമാകണേ, എന്നെ നിങ്ങൾ സഹായിക്കണേ, ശത്രുക്കൾക്കെതിരിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ. മുജീറ ഇർലി വഖുദ് ബിയദി മദാമുദദി ഖലീഫത്തല്ലാഹി ഫീ നായാ മുഹയ്യിദ്ദീനി. ഞങ്ങളുടെ അഭിമാനത്തെ കാക്കുന്ന രക്ഷിക്കുന്ന മുഹയ്യിദ്ദീൻ ശൈഖേ, ഖുദ് ബിയദി, എന്റെ കൈ പിടിക്കണേ. എവിടേക്കാ വിളിക്കണത്? ബഗ്ദാദ്. ഞാൻ പലപ്പോഴും സാധാരണ ആളുകൾ കളിയാക്കാനല്ല കേട്ടോ, ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാറുള്ള ഒരു ഉദാഹരണം എന്താ പറയുക? ഇപ്പൊ നമ്മള് ഇവിടെ ഈ മുരുക്കുംപറ്റ സെന്ററിൽ ഏറ്റവും ഉയരമുള്ള ഒരു തെങ്ങോ മരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി അതിന്റെ മുകളിൽ കയറാം. അവിടെ കയറി ഇരുന്നിട്ട് കോഴിക്കോട്ടേക്കോ കാരന്തൂർക്കോ എവിടെ ഏതെങ്കിലും ഒരാളെ വിളിക്കാം. വിളിച്ചിട്ട് ജീവണ്ടല്ലോ, ജീവനോടുകൂടി ഇരിക്കുന്ന പല മഹാന്മാരുണ്ട്, വിളിക്ക്. മരിച്ചു കഴിഞ്ഞിട്ട് ഔലിയാകണല്ലോ, ജീവിച്ചിരിക്കുമ്പോ ഔലിയായ ആളല്ലേ മരിച്ചാലും ഔലിയ. അല്ലാതെ മരിക്കുമ്പോ ഇയാൾ ഔലിയാകുന്നതുകൊണ്ട് വേറെ സർട്ടിഫിക്കറ്റ് ആരും തരുന്നതല്ല. ജീവിതകാലത്ത് ഔലിയാക്കന്മാരായി ജീവിച്ചവർക്ക് അതിന്റെ ഗുണം ഔലിയാക്കന്മാരായി അവർ പരിസരത്തിൽ ഉണ്ടാകുമ്പോ അന്ന് കൊടുക്കും. അതിന് സംശയമൊന്നുമില്ല. അത് സുന്നത്തെ മാത്രമേ വിശ്വാസമാണത്. അപ്പൊ മരിക്കാത്ത കുറെ ഔലിയാക്കന്മാരുണ്ടല്ലോ. തെങ്ങിന്റെ മുകളിൽ തെങ്ങെന്ന് പറയാൻ കാരണം കുറച്ച് നീളുണ്ടാവണ്ടോ, അതിന്റെ മുകളിൽ കയറിയിട്ട് തെങ്ങ് വിളിച്ചിട്ട് പറയാം യാ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തെങ്ങിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ പറയും, ഞങ്ങൾ വിളിച്ചത് കോഴിക്കോട്ടുള്ള ഷെയ്ഖ് കേട്ടിട്ടുണ്ട് എന്ന് പറയും. അത് പറയാൻ പാടുള്ള അത്ര ധൈര്യം നമുക്കുണ്ടോ? കുറച്ചെങ്കിലും നമ്മൾ ബുദ്ധികൊണ്ട് ചിന്തിക്കാൻ വേണ്ടി ഞാനത് പറയണത്. ഇനി എന്ത് ചെയ്യാന്നറിയോ? മൊബൈൽ എടുത്തിട്ട് ആ ഷെയ്ഖിന്റെ നമ്പറിൽ വിളിക്കാം. ഷെയ്ഖെ, ഞാനൊരു 10 മിനിറ്റ് മുമ്പ് തെങ്ങുമ്പോ കയറിയിട്ട് നിങ്ങളെ വിളിച്ചിരുന്നു, നിങ്ങൾ കേട്ടോന്ന് ചോദിക്കാം. അയ്യോ ഇന്നേ എങ്ങനെ വിളിച്ചു? ഞാൻ എന്റെ നാട്ടിൽ തെങ്ങിന്റെ മോള് ഉയർത്തി തന്നെ വിളിച്ചത്. എവിടേക്ക്? ഇങ്ങോട്ട് കോഴിക്കോട്ടേക്കോ? ഫോണൊന്നും ഇല്ലാണ്ട് അവിടെ കയറി വിളിക്കുക. ചങ്ങായി അനക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കും. ആര്? ഈ ഔലിയ പാപ്പ. അനക്ക് ഭ്രാന്തുണ്ടോന്ന് ചോദിക്കും. അല്ലേ? അയാള് മരിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഭ്രാന്തായി. അപ്പൊ ആർക്കാ ശരിക്കും ഭ്രാന്ത്? പടച്ചോൻ തന്ന ബുദ്ധി എന്ന് പറഞ്ഞത് അത് നമ്മൾ തലന്റെ ഉള്ളിൽ ഇങ്ങനെ ആ തൊപ്പിട്ട് മൂടി അടക്കാനുള്ളതല്ലോ, കുറച്ചൊക്കെ നമ്മൾ ഉപയോഗിക്കണ്ടേ? ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരങ്ങൾ കോഴിക്കോട്ടേക്കല്ല ഒറ്റപ്പാലത്തേക്ക് വിളിച്ച, വേണ്ട ചൊരങ്ങാട് അങ്ങാടിക്ക് വിളിച്ചാൽ കേൾക്കൂല. എന്നിട്ടല്ലേ ഞങ്ങൾ ബഗ്ദാദിലുള്ള ആളെ വിളിക്കണം. ബഗ്ദാദിൽ മറമാടപ്പെട്ട മഹാനെ അവർ കേൾക്കും, കാണും, അറിയും. ആ വിശ്വാസത്തിന്റെ പേരെ ശിർക്ക്. ആ വിശ്വാസത്തിൽ ശിർക്കുണ്ട്, ആ ചെയ്യുന്ന പണിയിലും ശിർക്കുണ്ട്. നിങ്ങളെ കയ്യിലുള്ള കുത്തുബിയത്തുണ്ടല്ലോ, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാ പരിശുദ്ധ റമദാൻ മാസം വരികയാണ്, ഖുർആനിലേക്ക് വരിക. ഹുദൻ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്. അതിൽ മുഹയ്യിദ്ദീൻ ശൈഖ് എന്നില്ല, അതിൽ മരിച്ചവരേ ഇല്ല, അതിൽ അള്ളാഹുവേ ഉള്ളൂ, അതിൽ തൗഹീദേ ഉള്ളൂ, അതിൽ അന്ധവിശ്വാസങ്ങളില്ല, അതിൽ ചൂഷണങ്ങളില്ല. അത് സത്യത്തിന്റെ മാർഗമാണ്. ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്ന സബീലുർ റഷാദ്, സൽപാന്താവ്, സ്വർഗത്തിലേക്കുള്ള സുബുലുസ്സലാം, ശരിയായ വഴി പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതിലേക്ക് വരിക. കുത്തുബിയത്ത് തൽക്കാലം മാറ്റിവെക്കുക, മുഹയ്യിദ്ദീൻമാരെ തൽക്കാലം മാറ്റിവെക്കുക. കാരണം അതൊക്കെ പുത്തൻവാദമാണ്. 350 കൊല്ലം മുമ്പ് വന്ന കിതാബ്, 200 കൊല്ലം മുമ്പ് വന്ന കിതാബ്, 315 കൊല്ലം മുമ്പ് വന്ന കിതാബ്, 520 കൊല്ലം മുമ്പ് വന്ന കിതാബ്. അതാണ് മുഹയ്യിദ്ദീൻമാരും കുത്തുബിയത്തും മഖ്ബൂസ് മൗലൂദൊക്കെ. എന്നാൽ ഖുർആൻ 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി കൊണ്ടുവന്ന കിതാബ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തിന് വേണ്ടി പ്രവാചകന്റെ അടുക്കൽ എത്തിച്ചു കൊടുത്ത കിതാബ്. അത് സ്വീകരിക്കാനാണ് പറയുന്നത്. കാരണം ആ ഖുർആനിൽ പറഞ്ഞ ആ ഹിദായത്തിന്റെ വഴിയിൽ പറഞ്ഞതിന് നേരെ എതിരാണ് എവിടെ ഉള്ളത്? ഈ പറഞ്ഞ കുത്തുബിയത്തിലും മുഹയ്യിദ്ദീൻമാരിലും ഒക്കെ ഉള്ളത്. അത് സുന്നത്ത് ജമാഅത്തല്ല, അത് തൗഹീദല്ല, അത് ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള മാർഗമാണ്. നാട്ടിൽ ഒരാൾക്ക് ജോലി കിട്ടിയാൽ
പണ്ടത്തെ കാലത്തൊക്കെ വിദേശത്ത് ഗൾഫിൽ പോയ ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ നാട്ടിൽ ചൊല്ലുന്ന നമ്മുടെ കുത്തുബിയത്തുണ്ടല്ലോ, ആ കുത്തുബിയത്തിൽ പോലും എന്താ സഹോദരങ്ങൾ, ഞാൻ സാമ്പിളിന് മാത്രം രണ്ടെണ്ണം പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താ പറയണത്? എന്റെ ഹൃദയത്തിന് ഉൾക്കാഴ്ച നൽകണേ, എന്റെ ഹൃദയത്തെ നയിക്കണേ സിറാത്തിലേക്ക്. ഏതാ സിറാത്ത്? അന്ത സാലിക്കു, ഷെയ്ഖേ നിങ്ങൾ പ്രവേശിച്ച സിറാത്ത്. അത് സിറാത്തുൽ മുസ്തഖീമാണോ? ഷെയ്ഖ് പ്രവേശിച്ച വഴി സിറാത്തുൽ മുസ്തഖീം എന്നല്ലേ? അതിലേക്ക് എന്നെ നയിക്കണേ. അല്ലാഹ് നിങ്ങൾക്ക് അത് തന്നിട്ടുണ്ട്. മാലിക്കുഹു, നിങ്ങൾ അതിന്റെ ഉടമസ്ഥനുമാണ്, നിങ്ങൾ അതിന് കഴിവുള്ളയാളുമാണ്. സ്വന്തം പിതൃവൻ അബൂ താലിബിനെ പോലും ഹിദായത്തിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ സത്യം അറിയാത്ത ആരുമില്ലല്ലോ. അബൂ താലിബ് മരിക്കുമ്പോ എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അബൂ താലിബിന്റെ മുമ്പിൽ നിന്ന പ്രവാചകൻ അവസാനം അബൂ താലിബ് തന്റെ പഴയകാല വിശ്വാസത്തിൽ മരിച്ചപ്പോ നബി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നു. അല്ലാഹ് ആയത്തിറക്കി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലാക്കാൻ സാധിക്കൂല, അള്ളയാണ് ഹിദായത്തിലാക്കുന്നവൻ. ഇവിടെ കുതുബിയത്തിൽ പറയാ, ഷെയ്ഖേ നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ അതിനെ മാലിക്കാണ് എന്ന് നിങ്ങൾ ഹിദായത്തിലേക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണേ. ഈ പച്ചയായ ശിർക്ക് ചൊല്ലിയിട്ട് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചിട്ട് നോമ്പുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. കാരണം ശിർക്ക് ചെയ്താൽ കർമ്മങ്ങൾ തകർന്നു പോകും. ആ ശിർക്ക് ചെയ്താൽ നോമ്പുമില്ല, ഇഅ്തികാഫുമില്ല, എല്ലാ കർമ്മങ്ങളും തരിപ്പണമായി പോകും. ഇത് പറയാനുള്ള ബാധ്യത ഞങ്ങൾ നിർവഹിക്കുകയാണ്. വേണ്ടവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. കാരണം ഖുർആനാണ് പഠിപ്പിച്ചത്, നിങ്ങൾ ശിർക്ക് ചെയ്താൽ കർമ്മങ്ങൾ തകർന്നു പോകുമെന്ന് അള്ളയാ പറയുന്നത്. നബിമാരെ കുറിച്ച് പറഞ്ഞു സൂറത്തുൽ അൻആമിൽ 18ഓളം നബിമാരെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ അവർ ചെയ്തതൊക്കെ തകർന്നു പോകും. നബിമാരുടെ കർമ്മങ്ങൾ ശിർക്ക് ചെയ്താൽ തകർന്നു പോകുമെങ്കിൽ, പ്രവാചകന്റെ കർമ്മങ്ങൾ ശിർക്ക് ചെയ്താൽ തകർന്നു പോകുമെങ്കിൽ, സഹോദരന്മാരെ, ആ ശിർക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. ശിർക്കിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ് അല്ലാഹു തആല ആ കാര്യം പറഞ്ഞത്. എന്നിട്ട് മുഹമ്മദ് ശൈഖിനോട് പറയാ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തണേ. എന്തിനേറെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് പോലും മഗ്രിബിന് പ്രാർത്ഥിച്ചല്ലോ, നമ്മൾ അസറിനും ദുഹറും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. അല്ലാഹ് നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. അല്ലേ? റബ്ബിനോടല്ലേ അത്? സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബേ നീ പരിശുദ്ധവാനാണ്, നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണേ. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. റബ്ബേ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് പുറത്തു തരണേ, നരകത്തിൽ നിന്നും രക്ഷിക്കണേ. എന്തെല്ലാം ദുആകളാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ വഅഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. അല്ലാഹുവേ സ്വർഗ്ഗത്തിലേക്ക് നയിക്കണേ, അതിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കും തൗഫീഖ് നൽകണേ. അല്ലാഹ് നരകത്തിൽ രക്ഷിക്കണേ, അതിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾ നിന്നോട് ശരണം തേടുകയാണ്, ആ നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും. അപ്പൊ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം ചോദിക്കുമ്പോ, റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൽ നിന്ന് റബ്ബിനോട് രക്ഷ ചോദിക്കുമ്പോ, ഖുതുബിയത്തുകാരൻ പഠിപ്പിച്ചു, നീ ചൊല്ലിക്കോ. എന്താ ചൊല്ലേണ്ടത്? സുൽത്താന കുല്ലി വലി മുഹയ്യദ്ദീനി. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് മുഹയ്യദ്ദീൻ ശൈഖേ രക്ഷിക്കണേ. സഹോദരാ, ഇത് പച്ചയായ ശിർക്കാണ്. മുഹമ്മദ് നബി പഠിപ്പിച്ച ആദർശത്തിനെതിരാണ്. നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, എന്ത് ന്യായീകരണം നടത്തിയാലും ശരി, എത്ര വലിയ സമ്മേളനം നടത്തിയാലും ശരി, എത്ര പണം നിങ്ങൾ ചെലവഴിച്ചാലും ശരി, പറയാനുള്ളത് പറയട്ടെ. ഇത് പ്രവാചകന്റെ വഴിയല്ല, ഇത് പ്രവാചകൻ പഠിപ്പിച്ച തൗഹീദല്ല, ഇത് മക്കത്തെ മുശ്രിക്കിന്റെ വാദമാണ്. ഓരോ കാലഘട്ടത്തിലെയും അമ്പിയാക്കന്മാരുടെ ശത്രുക്കളുടെ വാദമാണ്. റബ്ബല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നുള്ളത്, അവരിൽ ബലമേൽപ്പിക്കുക എന്നുള്ളത്. യഥാർത്ഥ ഇസ്ലാം പഠിപ്പിക്കുന്നത് റബ്ബിനോട് മാത്രമുള്ള ദുആ. അത് ഏത് കാര്യത്തിനാണെങ്കിലും ശരി. പോലും നമ്മോട് പറഞ്ഞ എന്താണെന്നറിയോ? റബ്ബിനോട് നീ സഹായം തേടിക്കോ. വസ്തഇൻ ബിഹി, ആ റബ്ബിനോട് നീ സഹായം ആവശ്യപ്പെട്ടോ. ആർക്കെതിരെ? ശത്രുക്കൾക്കെതിരെ. അല്ലാഹ് നിന്നെ സഹായിക്കും എന്ന് മുഹമ്മദ് ശൈഖ് പോലും അദ്ദേഹത്തിന്റെ കിതാബിൽ പഠിപ്പിക്കുന്നത്. ഫത്ഹുർ റബ്ബാനിയിൽ, കുതുബിയത്തിലും
മുഹ്യദ്ദീൻമാലയിലും ഉണ്ടാവൂല, അത് നാട്ടുകാരുണ്ടാക്കിയതാ. ഫത്വ റബ്ബാനി മുഹ്യദ്ദീൻ ശൈഖ് എഴുതിയതാ. അതിൽ പറഞ്ഞ എന്താ, നിങ്ങൾ റബ്ബിനോടാകട്ടെ എന്നാ നിങ്ങളുടെ ദുആ. സഹോദരന്മാരെ, അതുകൊണ്ടാണ് ആ ശൈഖിന്റെ ആദർശം നമ്മൾ ശരിക്കും പഠിക്കുക, എന്നിട്ട് ഇസ്ലാമിന്റെ ശരിയായ റൂട്ടിലൂടെ മുന്നോട്ട് പോവുക. ഇതിപ്പോ ഒരു കുത്തുബിയത്ത് ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ, ഏതെടുത്താലും അങ്ങനെ തന്നെയാ. നമുക്കത് അറബി ഭാഷയിലായതുകൊണ്ട് വലിയ പിടിപാടുണ്ടാവില്ല, പിടിപാടുള്ളോ പറഞ്ഞു തരൂല്ല. ഞാൻ മനസ്സിലാക്കിയത് ഇത് ചൊല്ലിപ്പിക്കുന്ന ആളുകൾക്ക് ഇതിന് അർത്ഥമൊന്നും അറിയില്ല എന്നാണ്. കാരണം പലപ്പോഴും ചൊല്ലുമ്പോഴും തെറ്റുകൾ വരുന്നതാണ്, ഇത് വേറെ വിഷയം, ആ ഭാഗത്തേക്ക് പോവുകയല്ല. പക്ഷെ ഒരുപാട് ഗുരുതരമായ ശിർക്ക്, പച്ചയായ ശിർക്ക്, അത് നമ്മൾ റമദാൻ മാസത്തിൽ ചൊല്ലാനിരുന്നാൽ എന്തിനാ വെറുതെ പട്ടിണി കിടക്കുന്നത്, എന്തിനാ വെറുതെ നോമ്പനുഷ്ഠിക്കുന്നത്, എന്തിനാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, എന്തിനാ പണം ചെലവഴിക്കുന്നത്, എല്ലാം പോകും. അള്ളാഹ് പറഞ്ഞതാ. അതുകൊണ്ട് ഇത് ഗൗരവത്തോടു കൂടി വിഷയം പറയാനുള്ള കാരണം സ്നേഹം കൊണ്ടാണ്, ആരോടുമുള്ള വെറുപ്പ് തീർക്കലൊന്നും അല്ല. കാരണം ഇതിന്റെ പേരിലൊക്കെ തന്നെ ബദർ ഉണ്ടായത്, റമദാനിൽ ബദർ ഉണ്ടായി. ഇതിന്റെ പേരില റബ്ബിനോട് മാത്രം ആരാധിക്കണമെന്ന് പറയാനും ബദരീങ്ങൾ. അപ്പുറത്തോ ഇബ്രാഹിം നബിയെയും വിളിക്കാം എന്ന് പറയുന്ന അബൂ സുഫിയാനും കൂട്ടരും അബൂ ജഹലും കൂട്ടരും യുദ്ധം ഉണ്ടായി. ബദരീങ്ങൾ ഒരു ഭാഗത്ത്, ഇപ്പൊ ബദരീങ്ങളെ വിളിച്ച് അങ്ങോട്ട് ചോദിക്കുക, അല്ലെ എന്തൊരു വിരോധാഭാസം നോക്കി നിങ്ങൾ. ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവർ ശുഹദാക്കളല്ലേ, ശുഹദാക്കളാണ്, ശരിയാണ്. പക്ഷെ ശുഹദാക്കൾ എന്തുകൊണ്ടാണ് ശുഹദാക്കളായത്? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന എന്ന് പറഞ്ഞതിന്റെ പേരിൽ. എന്നിട്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ ും മുസ്തൻജിദാ യാ അഹ്ല ബദ്രി ശുഹദാ യമൻ ബിഹി കർബുൻ വഗം വജുല്ലഅതു ബിം മുദ്ലഹിം ഖുല്ലാജി അവഖതഹും യാ അഹ്ല ബദ്രി ശുഹദാ യമൻ ബിഹി മുറുൽ ബലാ വലാഖ ഖൽബൻ വജിലാ രോഗമുണ്ടോ, പ്രയാസമുണ്ടോ, ആദിയുണ്ടോ, വിഷമമുണ്ടോ, പരീക്ഷണങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, വിളിച്ചോ ബദർ ശുഹദാക്കളെ സഹായിക്കണേ. റമദാനിൽ ചൊല്ലാൻ പോകുന്നത് അത്. നോമ്പിലേക്ക് ആ വിശ്വാസത്തോടെ പ്രവേശിച്ചാൽ പ്രിയപ്പെട്ട മോമിനെ, റമദാൻ വെറുതെയാണ്, നോമ്പ് വെറുതെയാണ്, ഖുർആൻ പാരായണം വെറുതെയാണ്. അതുകൊണ്ട് ബദ്രീങ്ങളോട് തേടല്ലേ, ബദ്രീങ്ങളുടെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹിനോട് തേടുന്ന, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിലേക്ക് വരൂ. ബദ്രീങ്ങളോട് പ്രാർത്ഥിക്കൽ, മരിച്ചവരോട് പ്രാർത്ഥിക്കൽ, അത് മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസമാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഏതായാലും അള്ളാഹുവിന്റെ തൗഹീദ് അത് നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുക. അതിനുവേണ്ടിയാണ് ഇവിടെ മുൻഗാമികളായ ആളുകളൊക്കെ കഷ്ടപ്പെട്ടതും പ്രയാസപ്പെട്ടതും. അതുപോലെ തന്നെ സഹോദരന്മാരെ, റബ്ബിന്റെ പല വിശേഷണങ്ങളും പല ആളുകളെയും പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് അവരിലേക്ക് ചേർത്താറുണ്ട്. അവർ എല്ലാ കാര്യവും അറിയും, അവർ മറഞ്ഞത് അറിയും, അവർ ഒളിച്ചു വെച്ചത് കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇപ്പൊ എത്രത്തോളം പറഞ്ഞെത്തിയെന്നറിയോ? എത്രത്തോളം പറഞ്ഞാൽ ഫുയൂദാത്ത് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, അതായത് അവർ സ്വന്തം ബൈത്ത്. അവർ സ്വന്തം ബൈത്ത് എന്ന് പറഞ്ഞാൽ മുഹ്യിദ്ദീൻ ശൈഖ് ചൊന്നത് എന്നാണ്. അദ്ദേഹം ചൊല്ലിയതൊന്നല്ല, ഇവർ എഴുതിണ്ടാക്കിയതാ, പേര് അയാളെ പേരിൽ ഇട്ടു മാത്രം. അവർ സ്വന്തം ബൈത്ത്. ഈ അവർ സ്വന്തം ബൈത്ത് എന്നാ മുഹ്യിദ്ദീൻമാലൊക്കെ ഉണ്ടാക്കിയത്. അവർ സ്വന്തം ബൈത്തിന്നും ബഹിജാ കിതാബിന്നും അങ്ങിയേ തക്മീലാ തന്നീനും കണ്ടോവർ. അവർ സ്വന്തം ബൈത്തും ബഹിജയും തെക്കുമിലയും ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ടാണ് അവർ എന്തുണ്ടാക്കിയത്? കോഴിക്കോട്ടത്തുറ തന്നിൽ പിറന്നോവർ എന്ന് പറഞ്ഞ ആ തുറയിലെ മനുഷ്യൻ മുഹ്യിദ്ദീൻമാൽ ഉണ്ടാക്കിയത് ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചുണ്ടാക്കിയിട്ടെന്ന ആ ഫുയൂദാത്തിൽ പറഞ്ഞ എന്താണെന്ന് അറിയാക്ക്? മുഹ്യിദ്ദീൻ ശൈഖ് ആരാണ്? ഇതൊക്കെ പണ്ട് കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ നിർത്തി വെച്ചിരുന്നു, പക്ഷെ ഇനി അത് പറയാൻ തന്നെയാണ് ഉദ്ദേശം. എന്താണെന്നറിയോ? അത്രയ്ക്ക് ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കുക. പണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നില്ല, ഇസ്തിഗാസ എന്നേ പറയണുള്ളൂ. ഇസ്തിഗാസ പറ്റും, പ്രാർത്ഥന പറ്റൂല അല്ലാത്തവരോട് എന്നേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ പ്രാർത്ഥനയും ആകാം. ഈ സംഘടന ഉണ്ടാക്കിയത് തന്നെ ഇങ്ങനെ യാ ശൈഖ് മുഹ്യിദ്ദീൻ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വരെ പറഞ്ഞു വെക്കുന്ന ഉസ്താദുമാരുള്ള കാലഘട്ടത്തിൽ ഈ സമൂഹത്തെയും ഈ പുരോഹിതത്തെയും പൗരോഹിത്യ വർഗത്തെയും നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രം പറയാം. എന്താ അറിയോ? മുഹ്യിദ്ദീൻ ശൈഖ് എല്ലാം അറിയും. എത്രത്തോളം وأعلام نبت الأرض كم هو نابت وأعلام علم الله أحصي حروفه وأعلام رمل الأرض كم هو رملتي وأعلام موج البحر كم هو موجتي. കടലിൽ എത്ര തിരമാലയുണ്ടെന്ന് എനിക്കറിയാം,
ഭൂമിയിൽ എത്ര മണൽത്തരികൾ ഉണ്ടെന്ന് എനിക്കറിയാം, ഇവിടെ എത്ര ചെടികളുണ്ടെന്ന് എനിക്കറിയാം. അള്ളാന്റെ എല്ലാ ഇൽമുകളും എനിക്കുണ്ട്. റബ്ബിന്റെ ഓരോ ഇൽമിന്റെയും ഓരോ അക്ഷരങ്ങളും ഞാൻ എണ്ണി കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞ എന്താ? വലാ യഊദുഹു, സൂറത്ത് ബഖറ പറഞ്ഞ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമ. ഒരാൾക്കും റബ്ബിനെ അറിവ് കൊണ്ട് വലയം ചെയ്യാൻ കഴിയില്ല. ആ സ്ഥാനത്ത് ഇവരുടെ കിതാബിൽ എഴുതി വെച്ചതാ, ഞങ്ങൾ മുഹിബ്ബുൽ ശൈഖ് എല്ലാം അറിയും. എന്തിനാ? ഇതിന്റെ പേരാ നേരത്തെ പറഞ്ഞ ശിർക്ക്. ഈ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്തിനാ? അയാളെ വിളിക്കാനും, അദ്ദേഹത്തിന്റെ പേരിൽ നേർച്ച നേരാനും, അദ്ദേഹത്തിന്റെ പേരിൽ പെട്ടിവെക്കാനും, അദ്ദേഹത്തിന്റെ പേരിൽ സിയാറത്ത് ടൂർ നടത്താനും, അദ്ദേഹത്തിന്റെ പേരിൽ ആണ്ട് കഴിക്കാനും, അദ്ദേഹത്തിന്റെ പേരിൽ ജന്മദിനാഘോഷം കൊണ്ടാടാനും. അപ്പൊ അത് ചിലർക്കുള്ള വരുമാന മാർഗമാണ്. ദീനിനെ കച്ചവടം ചെയ്യുന്ന ആളുകൾ. ഇതൊരു മുഹ്യിദ്ദീൻ ശൈഖിന്റെ വിഷയം മാത്രമല്ല, അത് തന്നെ ഇപ്പൊ CM മടവൂരിന്റെ കാര്യത്തിലും നടക്കുന്നത്. അത് തന്നെയാ പല മഹാന്മാരുടെയും കാര്യത്തിൽ നടക്കുന്നത്. അപ്പൊ അവർക്ക് ഇല്ലാത്ത വിശേഷണങ്ങൾ കൊടുക്കുക. ആ വിശേഷണങ്ങളും റബ്ബിന് മാത്രമുള്ള വിശേഷണങ്ങൾ, അതൊക്കെ അല്ലാഹു തആല ഖുർആനിൽ റബ്ബിന് മാത്രമുള്ളതെന്ന് പറഞ്ഞ കാര്യങ്ങളാ. ഇത് പറഞ്ഞ് എവിടം വരെ എത്തിയെന്നറിയോ? അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫ് ശൈഖ ത്വരീഖതി. അനൽ വാഹിദു, ഞാൻ വാഹിദാണ്, ഞാൻ ഏകനാണ്. അറബി അറിയാണ്ടത് ചൊല്ലിക്കൊണ്ടിരുന്നാല് ഇഹലോകം പരലോകം പോകും. ആലോചിച്ചോളി, ഈ ലോകത്ത് കുറച്ചൊക്കെ ഗുണമുണ്ടായി വരും, പക്ഷെ പരലോകം കിട്ടൂല. അനൽ വാഹിദുൽ ഫർദുൽ കബീറു, ഞാൻ കബീറാണ്, ഫർദാണ്, വാഹിദാണ്, ഒറ്റയാണ്, ഏകനാണ്, ഏറ്റവും വലിയവനാണ്. ബിദാത്തിഹി, സ്വയം കാത്തുകൊണ്ട്. അപ്പോ ഇതൊക്കെ റബ്ബിന്റെ വിശേഷണങ്ങളാ. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ മാറ്റി വെക്കാനാണ് സഹോദരന്മാർ നമ്മൾ പറയുന്നത്. നമുക്കൊരു ശരിയായ വഴി, അത് റബ്ബ് പഠിപ്പിച്ചെന്ന വഴി, ആ വഴി മാത്രം നമ്മൾ സ്വീകരിക്കുക. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം, അതാണ് തൗഹീദിന്റെ യഥാർത്ഥമായ വഴി. മാത്രമല്ല, ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വരും എന്നത് കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ലാ തത്റൂനി കമാ അതറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. നിങ്ങൾ ഈസാ നബിയുടെ കാര്യത്തിൽ നസാറാക്കൾ അതിരുകവിഞ്ഞ പോലെ എന്റെ കാര്യത്തിൽ നിങ്ങൾ അതിരുകവിയരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമ, അല്ലാഹുവിന്റെ റസൂല് എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അപ്പൊ ഇത്തരം ശിർക്കിന്റെ മേഖലകളൊക്കെ അതിൽ ഉള്ളത് കൊണ്ടാണ് ഇത് സുന്നത്ത് ജമാഅത്തിന്റെ മാർഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കുന്നതും ഞങ്ങൾ അതിനെ വിമർശിക്കുന്നതും. അല്ലാതെ ഔലിയാക്കന്മാരോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഔലിയാക്കന്മാർ മഹാന്മാരാണ്. മൻ ആദാനി വലിയൻ ഫഖദ് ആദംതുഹു ബിൽ ഹർബ്. എന്റെ ഔലിയാക്കന്മാരോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഔലിയാക്കന്മാരെ സ്നേഹിക്കണം, ഔലിയാക്കന്മാരെ ബഹുമാനിക്കണം, ഔലിയാക്കന്മാരെ ആദരിക്കണം. പക്ഷെ അവരെ ആരാധിക്കാൻ പാടില്ല, അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവരുടെ പേരിൽ നേർച്ച നേരാൻ പാടില്ല, അവരുടെ ഖബറുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാനോ ഖബർ കെട്ടിപ്പൊക്കാനോ പാടില്ല. ഇല്ലാത്ത ഗുണഗണങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ച് റബ്ബിന്റെ വിശേഷണങ്ങളിലേക്ക് അവരെ എത്തിക്കുവാൻ പാടില്ല. അപ്പോ ഇതൊക്കെ ജനങ്ങളിൽ പിൽക്കാലത്ത് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഈ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് അത് മൗലൂദാണ്, അത് മാലയാണ്, ഇത് ഖുതുബിയത്താണ്, അത് മഹത്വമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് യഥാർത്ഥമായ തൗഹീദോ സുന്നത്തോ ജനങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിന്നും അവരെ തടയായി വർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ സുന്നത്തിന്റെയും തൗഹീദിന്റെയും മാർഗത്തിലേക്ക് മടങ്ങുക. പരിശുദ്ധ റമദാൻ മാസം നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വളരെ വലിയൊരു അനുഗ്രഹമായ പരിശുദ്ധ റമദാൻ. അത് ഓരോ റമദാനും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഉണ്ടാകേണ്ട ചില ചിന്തകളുണ്ട്. ഒന്ന്, നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ഒരു ആലോചന. കാരണം കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും നമ്മുടെ കൂടെ ഇല്ല. അവരൊക്കെ ഭൂമിക്കടിയിലാണ്, മരിച്ചുപോയി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും വാപ്പയായും ഉമ്മയായും കുടുംബക്കാരൊക്കെ ആയിട്ട് പലരും മരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് ഞാനിതാ റമദാനിലേക്ക് പ്രവേശിക്കാൻ പോവുക, ജീവനോടെ ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ഒരു ആലോചന കൂടി നടത്തുക. അതോടൊപ്പം എനിക്ക് റബ്ബ് തൗഫീഖ് നൽകുന്നുവല്ലോ എന്നുള്ള നന്മയുടെ ചിന്തയും ഉണ്ടാകണം. ഒരുപാട് ഖബറുകൾ നമ്മുടെ നാടുകളിലുണ്ട്. നമ്മുടെ വാപ്പാന്റെ ഖബറാണ്, ഉമ്മയുടെ ഖബറാണ്, സഹോദരന്മാരുടെ ഖബറുകളാണ്. ആ ഖബറുകളിൽ ഉള്ളത് നമ്മെപ്പോലെ കഴിഞ്ഞ റമദാനിൽ പള്ളികളിൽ സജീവമായി നോമ്പു തുറക്കും, ഇഅ്തികാഫിനും ദഅവാ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി ഉണ്ടായിരുന്ന പല സഹോദരന്മാരും ഇന്ന് ഈ ഖബറുകൾക്കുള്ളിലാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ റമദാനിലെ ആരോഗ്യം ഇപ്പോഴില്ല. കഴിഞ്ഞ വർഷം നിരക്കാത്ത പല മുടികളും നിരച്ചു,
പല താടി രോമങ്ങളും നിറച്ചു. കഴിഞ്ഞ വർഷമില്ലാത്ത പല വേദനകളും തുടങ്ങി. കഴിഞ്ഞ വർഷമില്ലാത്ത നമ്മുടെ ഞരമ്പിന്റെ ഒക്കെ ചുളിച്ചിലുകളും തുടങ്ങി. തൊലിയുടെ ഒക്കെ രൂപം മാറാൻ തുടങ്ങി. അതൊക്കെ ചില അടയാളങ്ങളാണ്. നമ്മൾ നമ്മുടെ മരണത്തിലേക്ക് നീങ്ങുകയാണ്. ഓരോ റമദാനുകളും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഞാൻ എന്റെ ഖബറിലേക്ക്, ഞാൻ എന്റെ മരണത്തിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണ് എന്നുള്ള ചിന്തയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ റമദാൻ ജീവിതം ചിട്ടപ്പെടുത്തുവാനും പരലോകത്തേക്ക് ഒരുങ്ങുവാനുമുള്ള വേദിയാണ്. മനുഷ്യന്മാരാണ്, അവർ ദുർബലരാണ്. സാഹചര്യങ്ങൾ, പൈശാചികമായ പ്രേരണകൾ, മനസ്സിന്റെ ഇച്ഛകൾ പലപ്പോഴും അവനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കും. ഏത് തിന്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വഇന്നീ ലഗഫാറുൻ ലിമൻ താബ്, തൗബ ചെയ്യുന്നവന് പുറത്തു കൊടുക്കുന്നവനാണ് ഞാൻ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ വേറെ ആരുണ്ട്? ഗാഫിറു ദംബി വഖാബിലു തൗബ്, പാപം തൗബ സ്വീകരിക്കുന്നവൻ, ഗാഫിറു ദംബ് പാപങ്ങൾ പൊറുക്കുന്നവൻ. അല്ലാഹുവിന്റെ വിശേഷണമായി അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ചെറുതാകട്ടെ വലുതാകട്ടെ, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, വന്നുപോയ എല്ലാ തെറ്റുകളിലും ആത്മാർത്ഥമായി റബ്ബിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക. അങ്ങനെ ആ തൗബ ചെയ്യാനും കൂടിയുള്ള ഒരു പ്രത്യേകമായ അവസരമാണ് നമ്മുടെ പരിശുദ്ധ റമദാൻ മാസം. നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം ശുദ്ധീകരിക്കുക. വിശ്വാസം ദോഷമാണ് എങ്കിൽ നമ്മുടെ റമദാനിലെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ മനസ്സിനെയും ശുദ്ധീകരിക്കുക. അസൂയയില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പരസ്പരം വെറുപ്പില്ലാത്ത, പരസ്പരം പിണങ്ങി നിൽക്കലില്ലാത്ത, തെറ്റലുകളില്ലാത്ത, ശുദ്ധമായ സ്നേഹിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ റബ്ബിന്റെ അടുക്കിലേക്ക് മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയരുകയാണ്. എന്നാൽ ചില ആളുകളുടെ കർമ്മങ്ങൾ അന്ന് പറയും എനിക്കത് വേണ്ട, ആ കർമ്മങ്ങളുടെ ഉടമയെ വിട്ടേക്കൂ. ഏതുവരെ? അവർ ആ പിണക്കം തീർക്കുന്നത് വരെ. അതുകൊണ്ട് അമ്മായിമ്മയും മരുമകളും തമ്മിൽ തെറ്റ്, ജ്യേഷ്ഠരും അനുജനും തമ്മിൽ തെറ്റ്, അളിയനും തമ്മിൽ പിണക്കം. അങ്ങനെ പിണങ്ങുന്നത് ഈ പിണങ്ങുന്ന മനസ്സുമായി സ്വർഗത്തിലേക്ക് ഒന്നിച്ചു പോകാൻ നമ്മൾ ആരും കരുതരുത്. മാത്രവുമല്ല, നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതക്കും മനസ്സിന്റെ ശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു ശുദ്ധീകരണമൊക്കെ വരുത്തുക. റമദാൻ എന്ന് പറഞ്ഞാൽ വെറുതെ കുറെ ദിവസം പട്ടിണി കിടക്കലല്ലോ. പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് തെക്കുവ ഉണ്ടാവൂല. യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറഞ്ഞാൽ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഹദീസുകളിൽ കാണുന്നത് പോലെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ല നോമ്പ്. ചീത്തയായ വാക്കുകള്, ചീത്തയായ പ്രവർത്തനങ്ങള്, ചീത്തയായ ചിന്തകള്, വൈകാരികമായ കാര്യങ്ങള് അതെല്ലാം മാറ്റിവെക്കേണ്ടതുണ്ട്. ചീത്ത പറയാൻ പാടില്ല. ഇങ്ങോട്ട് ചീത്ത പറയാൻ വന്നവരോട് പോലും മാന്യമായി പ്രതികരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? പട്ടിണി കിടക്കൽ മാത്രമല്ല നോമ്പ്. അത് മനസ്സിന്റെ ശുദ്ധീകരണമാണ്, ശരീരത്തിന്റെ ശുദ്ധീകരണമാണ്, കണ്ണിന്റെയും കാതിന്റെയും നാവിന്റെയും ശുദ്ധീകരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പിന് വലിയ മഹത്വമുണ്ടെന്ന് പറഞ്ഞ അതേ പ്രവാചകൻ പറയുകയാണ്, എത്ര നോമ്പുകാരാണ്, അവന്റെ നോമ്പ് കൊണ്ട് വിശപ്പ് സഹിച്ചു എന്നുള്ളതല്ലാതെ ഒരു കാര്യം അവന് കിട്ടിയില്ല. കാരണം എന്താ? പല കുഴപ്പങ്ങളുണ്ട്. ഒന്നവൻ ശിർക്ക് ചെയ്തു, മറ്റത് വിദാത്തായ സംഗതികൾ ചെയ്തു, പിന്നെ അവന്റെ മനസ്സിൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളെ കൊണ്ട് ഇങ്ങനെ പല കാരണങ്ങളാലും നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടാതെ പോകും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഖൽബുൻ സലീം, ശുദ്ധമായ മനസ്സോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ ആയുസ് പരിമിതമാണ്, മരണം എപ്പോഴെന്ന് അറിയില്ല. ആയുസ് നിലനിന്നാൽ തന്നെ ആഫിയത്തോടുകൂടി എത്ര ആ റമദാനിലെ നോമ്പുകൾ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുമെന്ന് പറയാനും സാധ്യമല്ല. അപ്പോ ആഫിയത്ത് വേണം, ആരോഗ്യം വേണം. അതിനുവേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക. കഴിഞ്ഞ കൊല്ലം ആരോഗ്യത്തോടു കൂടി ഉണ്ടായിരുന്നവർ ഇന്ന് പലരും രോഗശയ്യയിലാണ്. പലർക്കും മരുന്നും ഭക്ഷണവും പൈപ്പിലൂടെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ആഫിയത്ത് നമുക്ക് ഉണ്ട് എന്നുള്ളത് റബ്ബിനെ ശുക്ർ ചെയ്യാൻ കാരണമായി നമ്മൾ സ്വീകരിക്കണം. ആഫിയത്തോടുകൂടി റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ഇനി എത്ര കാലം ആരോഗ്യത്തോടുകൂടി നമ്മളൊക്കെ ജീവിച്ചിരിക്കും എന്ന് പോലും പറയാൻ സാധ്യമല്ല. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണം റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. നമ്മുടെ മരണാനന്തര വിജയത്തിന് വേണ്ടി, പരലോക രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ഇബാദത്തുകൾ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക. കാരണം അത്രയും അനുഗ്രഹീതമായ ഒരു മാസം, ജീവിതത്തിൽ അത് വീണ് കിട്ടുന്നത് വലിയ അനുഗ്രഹമായി നമ്മൾ കാണേണ്ടുന്ന ഒരു മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ മാത്രമല്ല, എല്ലാ വേദഗ്രന്ഥങ്ങളും തൗറാത്തും ഇൻജീലും സബൂറും ഒക്കെ ഹദീസുകളിൽ കാണാം. അതെല്ലാം റമദാനിന്റെ 1-ാമത്തെ രാത്രിയിൽ, റമദാനിന്റെ 7-ാമത്തെ രാത്രിയിൽ, റമദാനിന്റെ 13-ാമത്തെ രാത്രിയിൽ, റമദാനിന്റെ 18-ാമത്തെ രാത്രിയിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് പഴയകാല വേദഗ്രന്ഥങ്ങളെ കുറിച്ച് ഹദീസുകളിൽ കാണാം. അപ്പോൾ റബ്ബിന്റെ ഹുദ ഈ ലോകത്തേക്ക് അവതരിക്കുന്നത് അതെല്ലാം റമദാൻ മാസത്തിലാണ്. അത്രയും പരിപാവനമായ മാസം, നരക കവാടം അടക്കപ്പെടുന്ന മാസം, സ്വർഗ കവാടം തുറക്കപ്പെടുന്ന മാസം, പിശാചുക്കൾ ബന്ധിക്കപ്പെടുന്ന മാസം, തിന്മകളെ കുറിച്ച് ചിന്തിക്കാനോ തിന്മകളിലേക്ക് നീങ്ങാനോ നമ്മുടെ മനസ്സ് അനുവദിക്കാത്ത, കാരണം അവിടെ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുകയാണ്, ആകാശത്തിലെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇബാദത്തുകൾക്ക് മുമ്പിൽ അവസരമുണ്ട്. ഖുർആൻ പാരായണം, ദിക്റുകൾ, പ്രാർത്ഥനകൾ, തൗബകൾ, ഇസ്തിഗ്ഫാറുകൾ, സദഖകൾ, അതേപോലെ പള്ളിയിലുള്ള ഇഅ്തികാഫുകൾ, മറ്റു ദഅവ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മുടെ മുമ്പിൽ ആരാധനയായി റബ്ബ് തുറന്നു തന്നുകൊണ്ട് നമുക്കിതാ റഹ്മത്തിന്റെ വാതിൽ തുറന്നു തരാൻ പോവുകയാണ്. അതോടൊപ്പം ഒരു ദിവസത്തിൽ നമുക്ക് ലഭിക്കാത്ത, ഒരു മാസത്തിൽ ലഭിക്കാത്ത വലിയ പുണ്യമുള്ള 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള, 1000 മാസങ്ങളോളം മഹത്വമുള്ള ഒരു രാത്രി അത് ഉൾക്കൊള്ളുന്ന മാസം, അതാണ് പരിശുദ്ധ റമദാൻ. റമദാനിനെ ശരിക്കും എന്താണെന്ന് ഉൾക്കൊണ്ടാൽ തന്നെയാണ് നമുക്ക് ആ റമദാനിനെ പൂർണ്ണമായും ഉപയോഗിക്കണം എന്നുള്ള ആ മനസ്സിന്റെ ആവേശം ശരിക്കുണ്ടാകുക. അപ്പോ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിവസങ്ങളുള്ള മാസം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മാസം. അത് പറയാൻ കാരണം എന്താണെന്നറിയോ? നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിലും സൂറത്തുൽ ബഖറയിൽ നോമ്പിന്റെ നിയമങ്ങൾ പറയാണ്, നോമ്പിന്റെ കൽപ്പനകൾ വരികയാണ്. അതിന്റെ ഇടക്കൊരായത്ത് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരിലേക്ക് ഏറ്റവും അടുത്തവനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു എന്ന് പറഞ്ഞ ശേഷം പിന്നെയും നോമ്പിന്റെ നിയമങ്ങൾ വരികയാണ്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ കാണാം, നോമ്പിന്റെ ഇടക്ക്, റമദാനിന്റെ ഇടക്ക് ഈ ആയത്തൊന്ന് ഫിറ്റ് ചെയ്യാൻ അല്ലാഹു തആല കൊടുത്തത്. ആ കാര്യം പറഞ്ഞ എന്തിനാ? റമദാനിൽ പ്രത്യേകിച്ചും പ്രാർത്ഥനയ്ക്ക് മഹത്വമുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ദിക്റിന്റെയും ശുക്റിന്റെയും മാസം, ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ശഹ്റു റമദാൻ എന്ന് തുടങ്ങുന്ന ആ ആയത്തിന്റെ അവസാന ഭാഗം അങ്ങനെയാ. അല്ലാഹു തന്ന ഹിദായത്തിന് അവന് നന്ദി കാണിക്കാൻ, അവനെ വാഴ്ത്തി പറയാൻ എപ്പോഴും നമ്മൾ റബ്ബിനെ വാഴ്ത്തേണ്ടവരാണ്. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ. റബ്ബിനെ ധാരാളമായി ദിക്ർ ചൊല്ലണം. അത് റമദാനിലാകുമ്പോൾ കൂടുകയും വേണം. അതോടൊപ്പം ശുക്ർ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, അതിന്റെ എല്ലാം വില എത്രത്തോളമാണെന്ന് റമദാനിൽ ബോധ്യപ്പെടും. പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ കാഠിന്യം എന്താണ്, പ്രയാസപ്പെടുന്നവന്റെ അവന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് നോമ്പുകാരായ ഓരോ ആളുകളും റമദാൻ മാസം നമുക്ക് മനസ്സിലാകും. അപ്പൊ ബോധ്യപ്പെടണം, ഞാൻ റബ്ബിന് ശുക്ർ കാണിക്കേണ്ടവനാണ്. 11 മാസം സുഖമായി തിന്നു നടന്നു, സുഖമായി കുടിച്ചു നടന്നു, ആരോഗ്യത്തോടെ നടന്നു. ഇതിലൊന്നും കഴിയാത്ത എത്ര ആളുകളുണ്ട്. ഭക്ഷണം ഉണ്ടായിട്ടും കഴിക്കാൻ പാടില്ലാത്തവർ, ഭക്ഷണം ഉണ്ടായിട്ടും കഴിക്കാൻ കഴിയാത്തവർ, അവരൊക്കെ ബുദ്ധിമുട്ടുമ്പോ എനിക്ക് റബ്ബ് ഈ തൗഫീഖ് നൽകിയല്ലോ, അൽഹംദുലില്ലാഹ് എന്നുള്ള ആ ശുക്റിന്റെ ചിന്ത അത് വരേണ്ടതും റമദാനിലാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അതോടൊപ്പം പാപങ്ങൾ പൊറുക്കുന്ന മാസം പ്രവാചകനെ പഠിപ്പിച്ചല്ലോ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ. അത് കഴിയുമ്പോൾ അതിനിടയിലുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ നോമ്പെടുത്താൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. മൻ സ്വാമ റമദാന, ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ ആരെങ്കിലും നമസ്കരിച്ചാൽ അവന്റെ ആ പാപങ്ങൾ, മുൻപാപങ്ങൾ പൊറുക്കപ്പെടും. ഇതൊക്കെ റമദാനിന്റെ മഹത്വങ്ങളായി പ്രമാണങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. റമദാൻ ലഭിച്ചിട്ടും പൊറുക്കപ്പെടാത്തവൻ തുലയട്ടെ എന്ന് പ്രവാചകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ട്. പദവികൾ ഉയർത്തുന്ന മാസം, സ്വർഗത്തിലേക്ക് നമ്മളെ വേഗത്തിൽ നയിച്ചു കൊണ്ടുപോകുന്ന മാസം. ഹദീസുകളിൽ കാണാം, ബലീ എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട 2 ആളുകൾ മരിച്ചു. വലിയ ഗോത്രത്തിലെ 2 ആളുകൾ മുസ്ലിങ്ങളായിട്ട് അവര് പ്രവാചകന്റെ മുമ്പിൽ വന്നു, ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലി അവര് പോയി. പിന്നീട് അവര് ഒരാള് ഷഹീദായി പോയി, വേറൊരാള് പിറ്റത്തെ കൊല്ലം മരിക്കുകയും ചെയ്തു. ത്വൽഹാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ ഒരു മരിച്ച ശേഷം സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ഞാൻ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരാൾ വന്നു,
അതായത് മലക്ക് വന്നിട്ട് ഈ രണ്ടാമത് മരിച്ച ആളെ സ്വർഗത്തിലേക്ക് ആദ്യം കൊണ്ടുപോയി. ഷഹീദായ വ്യക്തി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ മലക്ക് കുറെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ആദ്യം ഷഹീദായ ആളെ പിന്നെയാണ് കൊണ്ടുപോയത്. എനിക്ക് സംശയം, അത്ഭുതം തോന്നിയിട്ട് ഷഹീദായ ആളെ പിന്നെ സ്വർഗത്ത് കൊണ്ടുപോയി, രണ്ടാമതൊരു കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ച ആളെ ആദ്യം സ്വർഗത്തേക്ക് കൊണ്ടുപോയി. പ്രവാചകൻ പറഞ്ഞു, ഇതിൽ അത്ഭുതപ്പെടാൻ എന്തുണ്ട്? ഈ രണ്ടാമത് മരിച്ച ആൾക്ക് ഒരു റമദാൻ കൂടി അധികം കിട്ടിയില്ലേ എന്ന് പ്രവാചകൻ തിരിച്ചു ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു റമദാൻ അധികം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായ കാര്യമല്ല. ഇനി ഒരു അടുത്ത റമദാനിലേക്ക്, ഈ റമദാനിലേക്ക് തന്നെ ജീവിച്ചിരിക്കാൻ സാധ്യമാണെന്ന് പറയാൻ പറ്റില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആ റമദാൻ മാസത്തെ നമ്മൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല അല്ലാഹു തആല പറയുന്നുണ്ട്, പ്രവാചകന് കൊടുക്കുന്ന ഒരു വഹിയാണ്, വയുനാദി മുനാദിൻ, റമദാനിന്റെ ആദ്യ രാത്രിയാകുമ്പോ ആകാശ ലോകത്തിന്റെ ഒരു വിളി. എന്താണ് ആ വിളി എന്നറിയോ? യാ ബാഗിയൽ ഖൈർ, ഖൈർ ആഗ്രഹിക്കുന്നവനെ, നന്മ ആഗ്രഹിക്കുന്നവരെ, അഖ്ബിൽ, മുന്നോട്ട് വരൂ. ഖുർആൻ പാരായണത്തിലൂടെ, ദിക്റുകളിലൂടെ, നോമ്പിലൂടെ, നന്മയിലൂടെ റമദാൻ മാസത്തെ പ്രത്യേകമായി ഇബാദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? മുന്നോട്ട് വരൂ. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ആഗ്രഹിക്കുന്നവരെ പിറകോട്ട് മാറിക്കോളൂ. റമദാനും കണക്കാണ്, ശവ്വാലും കണക്കാണ്, ശഅബാനും കണക്കാണ്. നോമ്പുമായോ ഖുർആൻ പാരായണവുമായോ ഇബാദത്തുകളുമായോ ഒരു ബന്ധവുമില്ലാതെ തന്റെ പഴയകാല ജീവിതം പോലെ തന്നെ ഈ നോമ്പിനെയും റമദാനിനെയും ഉപയോഗപ്പെടുത്താനാണോ നീ ആഗ്രഹിക്കുന്നത്? അക്സിർ, നീ ന്യൂനത വരുത്തിക്കോ എന്ന് ആകാശ ലോകത്ത് നിന്നും റമദാനിന്റെ തുടക്കത്തിൽ വിളിച്ചു പറയുന്ന അത്രയും മഹത്വമുള്ള ഒരു മാസം. എല്ലാ രാത്രികളിലും, റമദാനിന്റെ രാത്രികളിൽ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് മോചനം രേഖപ്പെടുത്തുന്ന മാസം റമദാന്റെ പ്രത്യേകതയാണ്. ഗാമികളായ ആളുകള്, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് പഠിക്കുന്ന, ഹദീസ് സമാഹരിക്കുന്ന, ഹദീസ് ശേഖരിക്കുന്ന, ഹദീസിന്റെ സനദും മത്തിനുമൊക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, ഹദീസുമായി ബന്ധപ്പെട്ട പണികളിൽ ഏർപ്പെടുത്തുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ ആയാൽ അത് ഹദീസ് അവിടെ സൂക്ഷിച്ചു വെക്കുകയാണ്, ഖുർആൻ പാരായണത്തിലേക്ക് ഇറങ്ങുകയാണ്. ഹദീസ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാമു ദാരിൽ ഹിജ്റ, മദീനയിലെ 40 കൊല്ലത്തെ ഇമാം, അവിടുത്തെ ശൈഖ്, ഫിഖ്ഹിന്റെ പഠനത്തിലാണ്, ഹദീസ് പഠിപ്പിക്കുകയാണ്, കർമ്മശാസ്ത്രം പഠിപ്പിക്കുകയാണ്, മസ്അലകൾ പഠിപ്പിക്കുകയാണ്, ഇൽമിന്റെ മജ്ലിസുകളായ എപ്പോഴും പള്ളികളിൽ. പക്ഷെ റമദാൻ ആയാൽ അദ്ദേഹത്തെ കുറിച്ച് കാണാം, എല്ലാം മടച്ചു വെക്കും. പിന്നെ ഖുർആൻ എടുക്കുക, പാരായണം ചെയ്യുക. ഇതായിരുന്നു ഇമാം മാലിക് ഇബ്നു അനസ്. സുഫിയാൻ സൗരിയെ സംബന്ധിച്ച് അതേപോലെ മറ്റ് പ്രഗത്ഭരായ മുൻഗാമികളായ പണ്ഡിതന്മാരും അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ സൂഫി, പിന്നെ താബികളും, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ സ്വഹാബികളും, അവരെ കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ കാണാം. അതുകൊണ്ട് അല്ലാഹു തആല വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ച ആ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ഒരുങ്ങുക. കാരണം അത്രയും നല്ല ഒരു മാസം. ഇനി നോമ്പ്, അതുകൂടി പറഞ്ഞാൽ 5 മിനിറ്റ് അവസാനിപ്പിക്കുക. അത്രയും വലിയൊരു ഇബാദത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, പാപമോചനം ലഭിക്കുന്ന ഇബാദത്ത്, വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്ത്. അല്ലാഹു തആല നോമ്പുകാര്, നോമ്പെടുക്കുന്ന ആണും പെണ്ണും എന്നൊക്കെ പറഞ്ഞ് ചില വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാം, അല്ലാഹു തആല അവർക്ക് വമ്പിച്ച പ്രതിഫലവും പാപമോചനവും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തഖ്വ ലഭിക്കാൻ ആവശ്യമായ ഇബാദത്ത്, നരകത്തിൽ നിന്നും നമ്മെ തടയുന്ന പരിച, തിന്മകളിൽ നിന്നും നമ്മെ തടയുന്ന പരിച, നരകത്തിൽ നിന്നും 70 വർഷം മകലേക്ക് മാറ്റിക്കളയുന്ന ഇബാദത്ത്, അതുപോലെ സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതലായി നമ്മെ കൊണ്ടുപോകുന്ന ഇബാദത്ത്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത പ്രതിഫലം പറഞ്ഞ ഇബാദത്ത്. ഏത് ആരാധനയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കാം. ഞാൻ ആളുകളെ കാണിക്കാൻ ഒത്തുകാരനാകാം, ആളുകളെ കാണിക്കാൻ അവർക്ക് മുമ്പിൽ ധർമ്മം ചെയ്യാം, ആളുകളെ കാണിക്കാൻ എനിക്ക് എന്ത് സൽക്കർമ്മം ചെയ്യാം. പക്ഷെ നോമ്പ് ആളുകളെ കാണിക്കാൻ പറ്റൂല. ആളുകൾക്ക് മുമ്പിൽ നോമ്പുകാരനായി അഭിനയിച്ചാലും വീട്ടിൽ പോയാൽ ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്, സുഖമായി എടുത്ത് കുടിക്കാം, തിന്നാം. പക്ഷെ ആരുമില്ലാഞ്ഞിട്ടും ഞാനത് ഉപയോഗിക്കാത്തത് റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുമാണ്. അതുകൊണ്ട് നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അല്ലാഹു തആല പ്രത്യേകമായി പറയുവാനുള്ള കാരണം, ഈ നിലക്ക് നമുക്ക് വലിയ മഹത്വങ്ങൾ, വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്ത, എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനായി കഴിഞ്ഞാൽ ഇങ്ങനെ സഹാബികളൊക്കെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അവരോട് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, അതാക്കും റമദാൻ, ഇതാ റമദാൻ വന്നിരിക്കുന്നു. അന്നത്തെ അഹ്ലൻ റമദാൻ പേരൊന്നും ഉണ്ടാവില്ല, പക്ഷെ റസൂൽ കൊടുക്കുന്ന ക്ലാസ് ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാക്കും റമദാൻ, റമദാൻ ഇതാ വന്നിരിക്കുന്നു. ശഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ മാസം. ഫറദല്ലാഹു അലൈക്കും സിയാമഹു,
അള്ളാഹു ആ മാസത്തിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ആ മാസത്തിൽ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. നരക കവാടങ്ങൾ അടക്കപ്പെടുകയാണ്. ചീത്ത പിശാചുക്കളെ, പിശാച് വർഗത്തെ അടച്ചിടപ്പെടുകയാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് തത്തുല്യമായ പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് റബ്ബ് വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് റമദാനിന്റെ ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന ഹാദ ശഹ്റ ഖദ് ഹളറകും, ഇദാ റമദാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരായിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ, അതിൽ ഒരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണത്. മൻ ഹുരിമഹാ, അത് വല്ലവരും നഷ്ടപ്പെട്ടാൽ ഫഖദ് ഹുരിമൽ ഖൈർ കുല്ല, എല്ലാ ഖൈറും അവൻ നഷ്ടപ്പെട്ടു. വലാ യുഹറമു ഖൈറുഹാ ഇല്ലാ മഹ്റൂം, ഹതഭാഗ്യനല്ലാതെ നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് അന്ന് നമ്മളെ വിളിക്കുന്ന പരിപാവനമായ ആ പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് മനസ്സുകൊണ്ട് നമ്മൾ ഇറങ്ങുക. നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ, ആയുസ് പരിമിതമാണ്. നമ്മളിവിടെ എങ്ങനെ ജീവിച്ചാലും മരിക്കാനുള്ളവരാണ്. എത്ര ആസ്വദിച്ച് ജീവിച്ചാലും മരിക്കാനുള്ളവരാണ്. ആരുമായി ബന്ധങ്ങൾ പുലർത്തിയാലും അവരെല്ലാവരെയും വേർപിരിയാനുള്ളവരാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ എല്ലാം പ്രതിഫലം നമ്മൾ വാങ്ങേണ്ടവരാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ തിന്മകളെ, അവന്റെ ശിക്ഷകളെ പേടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം നന്മയുടെ രൂപത്തിലേക്കാക്കി മാറ്റുക. മനുഷ്യരായ നമ്മളിൽ വന്നുപോയ ഒരുപാട് പാകപ്പിഴവുകള്, ദൗർബല്യങ്ങള്, തെറ്റുകള് എല്ലാം ഉണ്ടാകും. ആത്മാർത്ഥമായ റബ്ബിലേക്ക് തൗബ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന നല്ലവരായ മുത്തഖികളായ ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായി ജീവിതത്തിൽ വന്നുപോയ എല്ലാം അള്ളാഹു പുറത്തുമാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അള്ളാഹു തആല സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടി പരിപൂർണമായ ഇബാദത്തുകളോടുകൂടി റമദാനിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാനും റമദാനെ സ്വീകരിക്കുവാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت